നമസ്തേ. കൊല്ലവർഷം 1201 ചിങ്ങമാസം 1 ഉദയാൽ പൂർവം 11 നാഴിക 1 വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങ രവി സംക്രമം നടക്കുന്നത്. ജ്യോതിഷപ്രകാരം നമുക്ക് പഞ്ചാംഗം വരുന്നത് ചിങ്ങമാസത്തിലാണ്. അപ്പം ചിങ്ങമാസത്തിലാണ് ആദ്യം നമുക്ക് പഞ്ചാംഗം വന്നുകൊണ്ടിരിക്കുക. പക്ഷെ രാശി ചക്രത്തിൽ നമ്മൾ മേടമാണ് ആദ്യം തുടങ്ങും. മേടൻ രാശിയിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിൽ നിന്ന് നമുക്ക് തുടങ്ങും. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം 1201 കൊല്ലവർഷമാണ്, മലയാള വർഷമാണ്. 1201 അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ 3-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്നിട്ടുണ്ട്, 12-ാം ഭാവത്തിൽ ശനീശ്വരൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏഴര ശനിയുടെ ഒരു കാലഘട്ടമാണ്. ഏഴര ശനിയുടെ കാലഘട്ടമാണ് 3-ാം ഭാവത്തിൽ വ്യാഴവും വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടൻ രാശി, മേടം എന്ന് പറഞ്ഞ ശിരസിൻ്റെ ഭാവമാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കാം. ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ടെൻഷൻ കൂടുതൽ ഉണ്ടാവും. അപ്പോൾ ശനീശ്വരൻ 12-ൽ നിൽക്കുകയാണ്. ശനി 12-ൽ നിൽക്കുമ്പോൾ വ്യയസ്ഥാനാണെന്ന്, ചെലവുകൾ അധികമായിട്ട് വരിക, അതാണ് വ്യയം എന്ന് പറയുന്നത്. പിന്നെ രോഗാവസ്ഥകൾ വരുന്നുണ്ട്. മീനൻ രാശിയിൽ ശനി നിൽക്കുമ്പോൾ കാല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് നമുക്ക് വിദേശത്തേക്ക് പോവുക, പഠനം, അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തടസ്സങ്ങൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണ്. എന്ന് വെച്ചാൽ ചരരാശിയിലാണ് നിൽക്കുന്നത് അശ്വതി നക്ഷത്രമെങ്കിലും നമ്മൾ പുറത്തേക്ക് പോകാനായിട്ട് കുറേ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറേ തടസ്സങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ബിസിനസ്, പിന്നെ നമുക്കൊരു ജോലിയായിട്ട് നടക്കുന്നവർ, ജോലിയായിട്ട് ഗവൺമെൻറ് ജോലിയാവാം അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയാവാം. അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനൊരു തടസ്സം കാണുവർ, അതിലൊരു കുറ്റം കാണുന്ന രീതി നമുക്ക് അനുഭവപ്പെടും. അപ്പം അതൊക്കെ നമുക്ക് ഈ ശനീശ്വരൻ 12-ൽ നിൽക്കുന്നത് കൊണ്ടാണ്. പിന്നെ 3-ലാണെങ്കിൽ വ്യാഴവും മറയുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യണം? ശനീശ്വരനായിട്ടുള്ള ശനിയെ നന്നായിട്ട് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് മുൻവിളക്ക് ധാര കൊടുക്കണം, വില്ലുവാർച്ചന നടത്തണം. വില്ലുവ ദളം കൊണ്ട് നമുക്കുള്ള പേര് നക്ഷത്രമൊക്കെ വെച്ച് ഒരു അർച്ചന കൊടുക്കുക. മാസത്തിലൊരിക്കൽ ചെയ്താലും മതി. അത് കഴിഞ്ഞ് വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുക. വ്യാഴം 3-ലായതുകൊണ്ട് മനസ്സെപ്പോഴും ടെൻഷനായിരിക്കും, മുറവിളി കൂട്ടും എന്നാണ് പറയുക. അപ്പോൾ ആ വ്യാഴത്തിനെ സംബന്ധിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. മാസത്തിലൊരിക്കലാണെങ്കിലും ഒരു ഇടയ്ക്ക് വല്ലാണ്ട് തടസ്സങ്ങൾ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു മഞ്ഞപ്പട്ടിൽ ഒരു പിടിപ്പണം വെച്ച് സമസ്ത ദുരിതങ്ങൾ മാറണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതും അല്ലെങ്കിൽ നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു വിളക്കുമാല പായസം അതും സമർപ്പിക്കുക. മാസത്തിലൊരിക്കൽ ഈ വിളക്കുമാല പായസമൊക്കെ സമർപ്പിക്കുക. മഞ്ഞപ്പട്ടിലുള്ളതൊക്കെ അത്ര അധികം തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നോക്കിയാൽ മതി. പിന്നെ ഇപ്പോൾ ഈ രാശിയുടെ അധിപതിയാണ് ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എല്ലാ 2.5 മാസം 1.5 മാസമൊക്കെ കൂടുമ്പോൾ രാശികൾ മാറുന്ന ഒരു നക്ഷത്രമാണ്. അപ്പം നമുക്ക് ദേവിയെയും അതിൻ്റെ കൂട്ടത്തിൽ ഭജിക്കാം. അപ്പോൾ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ, ഏറ്റവും അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിവാഹ തടസ്സങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വെളുത്ത പൂക്കൾ കൊണ്ട് തിങ്കളാഴ്ച ദിവസം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ പോയിട്ട് സ്വയംവരാർച്ചന കൊടുക്കുക. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും അതൊരു 7 തിങ്കളാഴ്ച അടുപ്പിച്ച് ചെയ്യുക, മുടക്കില്ലാതെ ചെയ്യുക. അഥവാ മുടക്ക് വന്നാൽ വീണ്ടും അത് 7ആയിട്ട് റിപ്പീറ്റേഷൻ ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഇപ്പോൾ കുട്ടികൾക്ക് പോകേണ്ട കാര്യം മാറണമെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന കൊടുക്കുക. അപ്പോൾ അതും 7 ദിവസം നിങ്ങൾ പോകണം, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം, ഇതൊക്കെ ചെയ്യണം. അല്ലാതെ തിരുമേനിയുടെ അല്ലെങ്കിൽ ശാന്തിക്കാരൻ്റെ കയ്യിൽ പൈസ ഏൽപ്പിക്കാതെ നമ്മൾ തന്നെ പോയി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ആ അർച്ചന കഴിയുന്നവരെ അവിടെ പ്രാർത്ഥന വേണം. പിന്നെ 3-ലേക്ക് ഈ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് നമ്മളവിടെ മിഥുനൻ രാശിയിലാണ്, അപ്പോൾ ബുധൻ്റെ രാശിയിലാണ്. അപ്പോൾ ശ്രീരാമനെ ഭജിക്കാം, സുബ്രഹ്മണ്യനെയും ഗണപതിയൊക്കെ ഭജിക്കാവുന്നതാണ്. അപ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ പോവാം, തേങ്ങ മുട്ടിറക്കുക. പ്രധാന കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അടുത്തുള്ള വിഘ്നേശ്വരൻ്റെ ക്ഷേത്രത്തിൽ പോവാം, ഒരു തേങ്ങ മുട്ടിറക്കി പ്രാർത്ഥിച്ച് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് നമുക്ക് അശ്വതി നക്ഷത്രക്കാരെ, കുട്ടികൾക്കായാലും ബിസിനസ്സുകാരാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധികളുണ്ട് അവർക്ക്. 12-ലെ വ്യയമാണ് കൂടുതൽ. നമ്മളൊരു കാര്യത്തിന് പൈസ ഇറക്കും, അത് കുറയും, പിന്നെ വീണ്ടും അതായിട്ട് വരും. അപ്പോൾ വീണ്ടും വിഷ്ണുവിനെ തന്നെ നന്നായിട്ട് ഭജിക്കാം. എന്ന് വെച്ചാൽ സർവ്വ ഈശ്വരകാരകത്വമുള്ള വിഷ്ണുവിനെ തന്നെ നന്നായി ഭജിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. പിന്നെ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പിന്നെ ഉള്ളത് രാഹു 11-ലുണ്ട്. അപ്പോൾ രാഹു 11-ലെ ലാഭസ്ഥാനത്താണ്.
അതൊരു നല്ലൊരു ഭാവമാണ്. ഒരു 1.5 വർഷക്കാലം രാഹു ഉണ്ട്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും കുറച്ച് ലാഭത്തെ കൊടന്ന് തരാനായിട്ട് നമുക്ക് രാഹു ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ശനിയുടെ അതേ ഫലം കൊടുക്കുന്നതാണ് രാഹു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാഹുവിനെ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. പിന്നെ ഇത് എപ്പോഴും നമ്മളെ ഒന്ന് മിറാക്കിൾ എന്ന് പറയില്ലേ, ഇന്നത് കണ്ട് ഭ്രമിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് രാഹു. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോൾ ഭ്രമിച്ച് അതിലേക്ക് പോയി ചാടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഓഫറുകൾ വരും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടി സാമ്പത്തികമായി കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്നും തുടങ്ങാതിരിക്കുകയാണ് ഇപ്പോൾ നല്ലത്. ഈ ശനി 12-ൽ നിന്ന് ലഗ്നത്തിലെത്തുന്നത് വരെ കുറേ അധികമായി ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ രാഹു നല്ലതാണ്, നമുക്ക് നല്ലതായിട്ട് സാമ്പത്തിക ഭാവങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരും. നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ തന്നാലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറച്ച് മുന്നിലേക്ക് പോവാണ് അശ്വതിക്കാർക്ക് ഏറ്റവും നല്ലത്. കുട്ടികളാണെങ്കിലും മറ്റേ വിദേശം പോകുമ്പോൾ പൈസയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അധികമല്ലാത്ത ചെറിയൊരു എമൗണ്ടൊക്കെ അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോവുക. വിവാഹ തടസ്സങ്ങൾക്ക് ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ദേവിയെ നന്നായിട്ട് ഭജിക്കുക. ഇതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തേക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കേതു ഉണ്ട്. കേതു നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു ഭാവം 5-ാം ഭാവത്തിലാണ്. 5-ൽ കേതു വരുമ്പോൾ നമ്മുടെ സന്താനങ്ങൾക്ക് ഉണ്ടാകുന്ന കുറച്ച് ദോഷങ്ങൾ. ഇപ്പോൾ സന്താന വിഷയവുമായി നമ്മൾ ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവർക്ക് ഈ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിനും കേതുവിനും പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്ത് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക, കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് സന്താനങ്ങളുടേതായ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുക. വിവാഹ കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും എടുക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം 1201-ാം ആണ്ട് എന്നുള്ളൊരു വർഷക്കാലം നമുക്ക് നല്ലതായിട്ട് വരും. ഏറ്റവും കൂടുതൽ വ്യാഴനെ നന്നായിട്ട് ഭജിക്കുക. സർവീശ്വര കാരകത്വം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ദൈവാധീനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം, ഈ ഒരു വർഷത്തിൽ മേടൻ രാശിയിൽ പെടുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ആ നക്ഷത്രക്കാർക്ക് 3-ലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ മനസ്സ് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കും. ഒരു ആലില പോലെ ഇരിക്കുന്നതാണ് പറയുക. മനസ്സെപ്പോഴും ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വരും. പക്ഷെ ഇവിടെ ചൊവ്വയാണ്. ആ ചൊവ്വ ഭയങ്കര പവർഫുൾ ഗ്രഹമാണ്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ പവറായിട്ട് കൊണ്ട് നടക്കാനൊക്കെ അവർക്ക് സാധിക്കും. പക്ഷെ എന്നാലും ഇവിടെ 12-ലെ ശനീശ്വരൻ നിൽക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയ കർമ്മങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ ബ്ലോക്ക് വരികയാണ് നമുക്കിവിടെ. എന്നുവെച്ചാൽ 12-ലെ മീനൻ രാശിയിൽ ശനി നിൽക്കുമ്പോൾ നമുക്കെപ്പോഴും ഒന്നില്ലെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് തടസ്സങ്ങൾ വരും. അത് കാല് സംബന്ധമായിട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഞരമ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നില്ല. പിന്നെ അതുമല്ല, ഇവിടെ 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ ധാരാളം വരുന്നുണ്ട്. അത് എപ്പോഴും നമുക്ക് ഇന്നത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് നമുക്കത് കയ്യിൽ കിട്ടാതെ പോകുന്ന പല സംഭവങ്ങളും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഭരണി നക്ഷത്രക്കാർ കുട്ടികളാണെങ്കിലും, അതും മേടൻ രാശി ശിരസിൻ്റെ ഭാവമാണ്, എപ്പോഴും ടെൻഷനായിരിക്കും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും എക്സാമൊക്കെ എഴുതുമ്പോൾ ഏറ്റവും നന്നായിട്ട് എഴുതിയാലും മാർക്ക് അധികം കിട്ടുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ. പിന്നെ വിദേശത്തേക്ക് പോകുന്ന പല കാര്യങ്ങളിലും പല ഏജൻസീസൊക്കെ ഉണ്ട്. ഇപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ശ്രദ്ധിച്ച് മാത്രം മതി. എന്ന് വെച്ചാൽ ഇവിടെ രാഹു ഉണ്ട്. നിങ്ങൾക്ക് ആ 11-ലെ രാഹു നല്ലത് ചെയ്യുമെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഇവിടെ കുറയ്ക്കേണ്ടത്. മേടൻ രാശിയിലുള്ള ഭരണി നക്ഷത്രക്കാർ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റുകളെ വളരെ സൂക്ഷിക്കുക. പിന്നെ ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും അവർ നടക്കുമ്പോഴും പോകുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്നുവെച്ചാൽ 12-ലെ ശനി നമുക്ക് എപ്പോഴും വഴുക്കൽ, വീഴ്ച, വാഹനാദികൾ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചകൾ, കാലുമ്മയാണ് കൂടുതൽ ദോഷങ്ങൾ വരിക. അപ്പം നമുക്ക് ആ അപകടങ്ങളെ ഉണ്ടാക്കാതെ നമ്മൾ ശ്രദ്ധിച്ച് പോവുക. ഇവിടെ മുരുകൻ്റെ അമ്പലത്തിൽ അമ്മമാർ എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി സന്താനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സന്താനങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുകളോ അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യം തന്നെ വന്നാൽ അമ്മമാർ ഈ മുരുകക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വേല് വഴിപാട് വയ്ക്കുക, ഷഷ്ഠി വ്രതം എടുക്കുക. അങ്ങനെ ഒരു
ഒരു വർഷക്കാലമൊക്കെ സൃഷ്ടിയെടുത്താൽ നമ്മുടെ മക്കളുടേതായിട്ടുള്ള എന്തൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിലും അത് മാറാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ശനി 12-ലാണെന്നറിയാം. 7.5 ശനിയുടെ സ്റ്റാർട്ടിംഗ് ആണ് 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ. പക്ഷെ 3-ലേക്ക് വ്യാഴവും വരികയാണ്. അപ്പോൾ അത്ര നല്ലൊരു ഫലങ്ങളൊന്നും ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ രാഹു ഉണ്ട്. രാഹു പെട്ടെന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത ധനത്തെ തരുന്ന ഒരാളും കൂടിയാണ് രാഹു. അപ്പം നിങ്ങൾ ടെൻഷനൊന്നും ഇല്ലാതെ നന്നായിട്ട് പ്രാർത്ഥിച്ച്, നമ്മുടെ ഇത് 3-ൽ നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും ടെൻഷനായിരിക്കും. അപ്പം ആ ടെൻഷനൊക്കെ മാറ്റി ദേവീക്ഷേത്രത്തിൽ പോവുക. നന്നായിട്ട് ദേവിക്കാണ് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതായത് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേവീക്ഷേത്ര ശാന്തസ്വരൂപിണിയായ ദേവത ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോ ദേവതകളെ നമ്മൾ പ്രധാനമായിട്ട് കാണണം. ഇപ്പോൾ ദേവിക്ക് ശാന്തസ്വരൂപിണിയായ ദേവതകളാണ് സ്വയംവരാർച്ചനയ്ക്ക് ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് ഏറ്റവും ദുരിതങ്ങളാണെന്നുണ്ടെങ്കിൽ ഭദ്രകാളി സ്വരൂപിണിയായ ദേവീക്ഷേത്രത്തിലോ ദുർഗയുടെ ക്ഷേത്രത്തിലോ പോയിട്ട് ചുമന്ന പൂക്കൾ കൊണ്ട് നമുക്ക് അർച്ചന കൊടുക്കണം. ചെത്തിപ്പൂവോ ചെമ്പരത്തിപ്പൂവോ അങ്ങനെയുള്ള ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതാണ് ഈ ഒരു വർഷം ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ച് മേടക്കൂറിലെ 1/4 ഭാഗവും ബാക്കി ഉള്ള 3/4 ഭാഗം നമുക്ക് ഇടവക്കൂറിലും വരുന്നൊരു നക്ഷത്രമാണ് കാർത്തികം. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് മേടക്കൂറിൽ നിൽക്കുന്ന 1/4 ഭാഗമുണ്ട്. മേടക്കൂറിലുള്ള 1/4 ഭാഗക്കാർക്ക് 7.5 ശനിയുടെ ആദ്യത്തെ ഘട്ടമാണ് 12-ൽ നിൽക്കുന്നു. ആ 12-ാം ഭാവത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അവർക്ക് 3-ലേക്ക് വ്യാഴം മറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്യാഴം മറയുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങൾക്കും നടന്നു കഴിഞ്ഞാൽ നടക്കുന്നില്ല. ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അത് അപ്പം ശരിയാവില്ല. നമുക്കൊരു 4 പ്രാവശ്യം നടന്നാൽ മാത്രമേ അത് നടക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴം വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രധാന കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുക. അപ്പോൾ കുറേ തടസ്സങ്ങൾ മാറിപ്പോവും. അതേപോലെ തന്നെ ഇവിടെ ഗണപതി, അതായത് വിഘ്നേശ്വരൻ്റെ അവിടെ പോവുക. നന്നായിട്ട് ഒരു തേങ്ങയൊക്കെ എടുത്ത് മുട്ടിറക്കി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗമുള്ളവർക്ക് നല്ലതാണ്. ഇടവക്കൂറിൽ പെടുന്ന 3/4 ഭാഗമുള്ളവർക്ക് 11-ാം ഭാവത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. ലാഭസ്ഥാനാണ് അത്. ഏറ്റവും നല്ലൊരു ഭാവമാണ്. അവർക്ക് 2-ാം ഭാവത്തിലാണ് വ്യാഴവും നിൽക്കുന്നത്. അപ്പോൾ ഈ ഇടവക്കൂറിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ്. അവർക്ക് കർമ്മത്തിൽ രാഹു ആണെന്നേ ഉള്ളൂ. കർമ്മത്തിൽ രാഹു വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം ആ വിചാരിച്ച സമയത്ത് നടക്കുന്നില്ല, ഇഴഞ്ഞു നീങ്ങുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ലാഭസ്ഥാനത്ത് ശനി വന്ന് നിൽക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇവർ ഇത്തിരി കൂടി ഉഷാറായിട്ട്, അപ്പോൾ ഇത്തിരി കൂടി നമ്മുടെ കർമ്മം നന്നാക്കണം. എപ്പോഴും കർമ്മത്തെ മാത്രം ശ്രദ്ധിക്കണം. രാവിലെ എണീറ്റ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഏത് ദേവതയാണോ നിങ്ങൾ വിളിക്കുന്നതെന്ന് വെച്ചാൽ അവരെയൊക്കെ നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ശോഭന ഫലങ്ങളാണ് ഇവിടെ ഈ ഒരു വർഷം കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇടവക്കൂറിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ 3/4 ഭാഗമുണ്ട്. അവർ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സാമ്പത്തിക ഭാവങ്ങൾ നന്നായി വരുമ്പോൾ അതിനെ 2-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താം. കുട്ടികളാണെങ്കിലും ഇത് സ്ഥിരരാശിയാണ്. ഇപ്പോൾ കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട. സ്ഥിരരാശിയിൽ ഇപ്പോൾ കാർത്തിക നക്ഷത്രമാണ്, ഇടവക്കൂറിൽ നിൽക്കുന്നതാണ് എങ്കിൽ അവരൊക്കെ നന്നായിട്ടൊന്നും കൂടി ശ്രദ്ധിക്കുക. വിദേശവാസത്തേക്ക് പോകാനൊക്കെ സാധിക്കും. നമുക്ക് സാമ്പത്തികമായ സ്രോതസ്സുകളെ ഉണ്ടാക്കുന്ന പല തരത്തിൽ നിന്നും ഭാവങ്ങളും നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്ക് നല്ലൊരു സമയമാണ്. കാർത്തിക നക്ഷത്രക്കം മേടക്കൂർ ഉള്ളവർക്കാണ് ഇത്തിരി ദോഷം. ഇടവക്കൂർ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ 2-ാം ഭാവത്തിൽ വ്യാഴം, അതും ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളൊക്കെ കണിശമായിട്ട് നിൽക്കുകയും അതിനെ വൃത്തി പോലെ, അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് മനസ്സിലാക്കി കറക്റ്റായിട്ട് ചെയ്യും. നമ്മളൊരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്. ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 11-ാം ഭാവത്തിൽ ശനി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ശനി മീനൻ രാശിയിലാണ്. അപ്പം നമുക്ക് നന്നായിട്ട് ലാഭസ്ഥാനത്തേക്ക് ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നമുക്ക് ഈ ഒരു വർഷം ഉണ്ടാക്കി വെക്കണം. ഇത് നന്നായിട്ട് ഉണ്ടാക്കാനും നമുക്ക് യോഗങ്ങളുണ്ട്. പക്ഷെ ഇവിടെ കർമ്മരംഗം, കർമാധിപതിയായിരിക്കുന്ന ശനീശ്വരൻ തന്നെയാണ് ഇവിടെ 11-ൽ. പക്ഷെ കർമ്മത്തിൽ നിൽക്കുന്നത് രാഹു ആയതുകൊണ്ട് നമ്മൾ
ഒരു ജോലിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം ശരിയാവണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കൃത്യമായൊരു മനോബലത്തോടു കൂടി നിന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. സോ ലാഭം ഉണ്ടാക്കി തരുന്നുണ്ട്, പക്ഷെ കർമ്മം ഇവിടെ പതുക്കെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കർമ്മത്തെ നന്നായി കൂട്ടുക, അത് നമ്മൾ നന്നായിട്ട് ദേവീനെ വിളിക്കുക, ഏത് ദേവതകളാണോ നിങ്ങളുടെ ഉപാസനാമൂർത്തി എന്ന് വെച്ചാൽ അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. രാഹുവിന് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു ആണല്ലോ കർമ്മത്തിൽ നിൽക്കുന്നത്. അപ്പോൾ രാഹുവിന് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ നന്നായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ വ്യാഴം 2-ലായതുകൊണ്ട് വാക്കുകളൊക്കെ നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു. ഇപ്പോൾ ബിസിനസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലൂടെ വാക്കുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കുറേ റിയൽ എസ്റ്റേറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ ആ സംസാര വിഷയത്തിലൂടെയാണ് നമുക്ക് പൈസ വരിക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. അവർ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ രോഹിണി നക്ഷത്രക്കാർ ഇതൊരു ഗോചരാവസ്ഥ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഏതെങ്കിലും പ്രത്യേകിച്ച് വല്ല കാര്യങ്ങളാണെങ്കിലും ഇതിൻ്റെ ദശാനാഥന്മാർ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ദശാനാഥന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജാതകം നിങ്ങൾ നന്നായിട്ട് പരിശോധിച്ചു കൊണ്ട് വേണം മുന്നിലേക്ക് പോകാൻ. പക്ഷെ എന്നാലും ഈ ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ്. നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഒന്നും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക. വീട്ടിലാണെങ്കിലും ഇവിടെ എന്താണെന്ന് വെച്ചാൽ 4-ാം ഭാവത്തിൽ കേതു വന്ന് നിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കേതു വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള സ്വത്ത് അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അവിടെയും നമ്മുടെ വാക്കാണ് ഏറ്റവും നന്നായിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു തർക്കം വരികയാണെങ്കിൽ തന്നെ നമ്മുടെ വാക്കുകളിലൂടെ നമുക്കത് മാറ്റാനും നിങ്ങളെക്കൊണ്ട് സാധിക്കും. ഈ രോഹിണി നക്ഷത്രക്കാർ അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയി സംസാരിച്ചു കൊണ്ട് നിന്നാൽ അത് മാറ്റങ്ങളും വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വർഷം രോഹിണി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. രോഗദുരിതങ്ങളൊക്കെ ഇത്തിരി കുറവാണ്, പക്ഷെ ഈ കേതു നിൽക്കുന്നത് കൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമുണ്ട്. സാമ്പത്തികമായ പുരോഗതിയുണ്ട്. ശനീശ്വരനെ കൊണ്ടും നമുക്ക് പുരോഗതിയൊക്കെ ഉണ്ടാവാനായിട്ട് സാധിക്കും. അതാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം നമ്മൾ പറയുന്നത്. മകേരി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അരഭാഗം ഇടവത്തിലും പിന്നത്തെ അരഭാഗം മിഥുനത്തിലുമാണ് വരുന്നത്. അപ്പോൾ ഈ മകേരി നക്ഷത്രത്തിൻ്റെ പകുതിയിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കൊരു നല്ല സമയമാണ്. വ്യാഴം 2-ൽ വന്നിക്കാണ്. വ്യാഴം ലഗ്നത്തിൽ വരുന്നതിനേക്കാളും നല്ലതാണ് വ്യാഴം 2-ാം ഭാവത്തിൽ വരുന്നത്. അപ്പോൾ ആ 2-ാം ഭാവത്തിലേക്ക് വ്യാഴം വരികയും അതേപോലെ 11-ൽ ലാഭസ്ഥാനത്ത് ശനീശ്വരൻ വരികയും കർമ്മത്തിലൂടെ ഏറ്റവും അധികം സാമ്പത്തികമായി പുരോഗതി എന്നുവെച്ചാൽ കർമ്മം ഇവിടെ നന്നായി ചെയ്യണം എന്ന് പറയാൻ കാരണം അവിടെ രാഹു ഉള്ളത് കൊണ്ടാണ്. രാഹു നമുക്ക് എപ്പോഴും അലസതയൊക്കെ തരും. ശനിയുടെ അതേ സ്വഭാവങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ കർമ്മം ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിവിടെ ശനീശ്വരൻ്റെതായ ഗുണങ്ങൾ നമുക്ക് കിട്ടുക. ശനി എപ്പോഴും കർമ്മത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ശനിക്ക് എപ്പോഴും നല്ല രീതിയിൽ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആളാണ്. സത്യസന്ധനാണ്, കറക്റ്റാണ്. പക്ഷെ ആള് അലസതയാക്കാൻ ശ്രമിച്ചാൽ എപ്പോഴും അലസതയായിട്ട് എപ്പോഴും ഉറക്കം ഇതൊക്കെയാണ് ഉണ്ടാവുക. അപ്പം ഈ ഒരു സംഭവം ഈ മകേരി നക്ഷത്രത്തിൻ്റെ അരഭാഗത്ത് നിൽക്കുന്ന ഇടവക്കൂറിലുള്ളവർ ശ്രദ്ധിച്ചാൽ മതി. ഇവർക്കൊരു നല്ലൊരു സമയം തന്നെയാണ്. കുടുംബത്തിലുണ്ടാവുന്ന വിഷയങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഭൂമി സംബന്ധമായിട്ട് സ്വത്ത് തർക്കങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പോയി സംസാരിച്ചാൽ അത് മാറ്റങ്ങൾ വരും. നിങ്ങളുടെ വാക്കുകളെ കൊണ്ട് അത് നല്ലൊരു മാറ്റം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഈ മകേരി നക്ഷത്രത്തിൻ്റെ മിഥുനക്കൂറിൽ അരഭാഗം പെടുന്നുണ്ട്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് 10-ാം ഭാവത്തിലാണ് ശനീശ്വരൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ 9-ാം ഭാവം ഭാഗ്യഭാവത്തിലാണ് രാഹു. ലഗ്നത്തിൽ തന്നെ വ്യാഴവും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ലഗ്നത്തിലെ വ്യാഴത്തിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, നമ്മുടെ കൂടെ ഉണ്ടോ, ദൈവാധീനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഇവിടെ 10-ൽ കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ്. കണ്ടകശനി ആണെങ്കിലും അത് മീനൻ രാശിയാണ്. ശനിക്ക് ഇഷ്ടമുള്ളൊക്കെ ഒരു രാശി തന്നെയാണ്. അപ്പം വ്യാഴക്ഷേത്രമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കുക. കർമ്മത്തിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ശിവൻ്റെ അമ്പലത്തിൽ പോവാം, ശിവനെ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, ബില്ലുവാർച്ചന ചെയ്യുക. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ശാസ്താവിന് എള്ളുതിരി കത്തിക്കുക. ഇവിടെ ഗണപതിക്ക് മുട്ടറയ്ക്ക് ഗണപതി തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും പ്രധാനമായ ഒരു കാര്യത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു ഗണപതി ക്ഷേത്രത്തിൽ പോയി ഒരു മുട്ടറയ്ക്ക് പ്രാർത്ഥിച്ച് പോവുക. അതൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ശനിയുടെ ഈ തടസ്സങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
പിന്നെ ഏത് കർമ്മമാണെങ്കിലും ഒരു ചെറുതാണോ വലുതാണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളുടെ ചെയ്യുന്ന കർമ്മത്തിൽ വളരെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഇവിടെ ആ വ്യാഴത്തിൻ്റെ എനർജി നമുക്ക് കിട്ടുക. പിന്നെ ഇവിടെ 3-ൽ കേതുവാണ് വന്ന് നിൽക്കുന്നത്. 3-ൽ കേതു വരുമ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കും. ജനങ്ങ ഭാഗ്യത്തെ കുറയ്ക്കുകയാണ് ഇവിടെ രാഹു വന്നിട്ട്. അപ്പോൾ ആ രാഹുവിൻ്റെ ദോഷങ്ങളെ മാറാനായിട്ട് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോവാം, രാഹുവിന് പറ്റത്തക്ക വഴിപാട് ചെയ്യാം. ശനീശ്വരനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറുത്ത പട്ടിൽ കറുത്ത ഉഴുന്നൊക്കെ വെച്ച് സമർപ്പിച്ച് ശനീനെയും പ്രീതിപ്പെടുത്താം. അങ്ങനെയൊക്കെ ചെയ്താൽ ഈ മകേരി നക്ഷത്രത്തിൻ്റെ മിഥുനക്കൂറിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ മകേരി നക്ഷത്രത്തിൻ്റെ ഇടവക്കൂറിലുള്ളവർക്കും നല്ല സമയമാണ്. മിഥുനക്കൂറുകാർക്ക് നല്ല സമയമാണെങ്കിലും അവർ ഏറ്റവും കൂടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അതാണ് ഇവിടുത്തെ മാറ്റങ്ങൾ വരുന്നത്. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാരും മിഥുനക്കൂറിൽ പെടുന്നതാണ്. അപ്പോൾ ആ മിഥുനക്കൂറിലെ തിരുവാതിര നക്ഷത്രക്കാർക്ക് 10ാം ഭാവത്തിലാണ് നമ്മുടെ ശനീശ്വരൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ്. ലഗ്നത്തിൽ തന്നെയാണ് വ്യാഴവും വന്ന് നിൽക്കുന്നത്. അപ്പോൾ 10ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ അത് കണ്ടകനായി മാറുകയും, പക്ഷെ ഇത് കർമ്മത്തിലാവുകയും ചെയ്യാണ്. അപ്പോൾ കർമ്മത്തിലേക്ക് എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കാം. മീനൻ രാശിയിലാകുമ്പോൾ കർമ്മത്തിൽ കുറവ് വരും. അപ്പം നമ്മളത് എങ്ങനെ കൂട്ടാം എന്നൊക്കെ നമ്മൾ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം. വ്യാഴം നമുക്ക് അനുഗ്രഹ സ്ഥാനത്തുണ്ട്. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നില്ലെങ്കിലും നമുക്കൊരു അനുഗ്രഹ സ്ഥാനമുണ്ട് അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ ഏത് കർമ്മമാണോ ചെയ്യുന്നത് വെച്ചാൽ അതിന് വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. പിന്നെ 3ാം ഭാവത്തിലാണ് നമുക്കിവിടെ കേതു വന്നത്. 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. അപ്പോൾ അവിടെ നമുക്ക് ടെൻഷനെ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ടെൻഷനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. പിന്നെ വിഘ്നേശ്വരന് തേങ്ങ ഉടച്ച് പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കണം. അപ്പോൾ ഇവിടെ ശനിയെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോഴോ, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ വിദേശവാസത്തേക്കൊക്കെ പോകുമ്പോൾ ആദ്യ തടസ്സങ്ങളാണ് കാണിക്കുക. ആ തടസ്സങ്ങളെ നമ്മൾ മറികടക്കണം. അതിൽ അനിഷ്ടം കാണിച്ച് നമ്മൾ വീട്ടിലിരിക്കാതെ നമുക്ക് വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ലൊരു ഭാവത്തിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ 9ാം ഭാവത്തിൽ രാഹുവാണ് വരുന്നത്. അപ്പോൾ 9ാം ഭാവത്തിൽ എന്ന് പറഞ്ഞാൽ ഭാഗ്യഭാവമാണ് 9ാം ഭാവം. ഈ ഭാഗ്യാധിപതി ആയിട്ടിരിക്കുന്നത് ശനിയാണ്. ആ ശനിയാണ് നമുക്ക് 10-ൽ. അപ്പോൾ എപ്പോഴും കർമ്മത്തിൽ തന്നെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. പിന്നെ രോഗാവസ്ഥകളെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 9-ലെ രാഹു ആയതുകൊണ്ടും ഞരമ്പ് സംബന്ധമായ രോഗങ്ങളെ നമുക്ക് പറയുന്നുണ്ട്. പിന്നെ കേതു ആണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് വയറിൻ്റെ ഭാവത്താണ്. കേതു ഗണ്ഡകനാണ്. അപ്പം നമുക്ക് വയറ് സംബന്ധമായിട്ട് സ്റ്റോണുകൾ ഉണ്ടാവാം, കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാവാം, അങ്ങനെയൊക്കെ പറയുമല്ലോ. അങ്ങനെ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യത ഈ കേതുവിനുണ്ട്. കേതു എപ്പോഴും ഗണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിലോ 1-2 ഡോക്ടർമാരുടെ അടുത്ത് പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം നമ്മൾ മറ്റുള്ള ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. അല്ലാതെ എടുത്ത് ചാടി നമ്മളൊന്നും ചെയ്യരുത്. എന്നുവെച്ചാൽ ഇവിടെ രാഹു നമ്മളെ ഇങ്ങനെ പറ്റിക്കുന്ന ഒരു ഗ്രഹമാണല്ലോ. നമുക്ക് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. നമ്മളത് പേടിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ മറ്റുള്ള ഡോക്ടർമാരെ കാര്യങ്ങളൊക്കെ കാണിച്ച് കറക്റ്റ് ആണ് എന്ന് മാത്രം വിചാരിച്ചിട്ട് വേണം. ആണെങ്കിൽ മാത്രമാണ് ഈ ഖണ്ഡനം ഇവിടെ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ 3ാം ഭാവത്തിലെ കേതുവിനെ വളരെ ഒന്ന് സൂക്ഷിക്കണം. രോഗാവസ്ഥ വരുമ്പോൾ വെച്ചിരിക്കാതെ നമ്മൾ പോയി ഒന്ന് കാണണം. അപ്പം തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്താ പറയുക, നമ്മുടെ കർമ്മത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഉദ്യോഗസ്ഥന്മാരെ ഇന്ന് എത്ര പണിയെടുത്താലും നമുക്ക് ദോഷത്തെ പറയവർ, എന്തൊക്കെ ചെയ്താലും അതിലൊരു നെഗറ്റീവ് കണ്ടുപിടിക്കും. ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഈ ഒരു വർഷം പറഞ്ഞിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷം നല്ലൊരു ഫലം നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. കുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെ 1 വട്ടം 2 വട്ടം ട്രൈ ചെയ്താലും നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തന്നെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം. വ്യാഴത്തിനെ ഏറ്റവും കൂടുതൽ പ്രീതിപ്പെടുത്താം. വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, ഹനുമാൻ ക്ഷേത്രത്തിൽ പോവാം. അതേപോലെ ഹനുമാൻ്റെ ചാലീസ് അത് നന്നായിട്ട് ഒരു 7 ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യനിഷ്ഠമായിട്ട് ചെയ്യാം. ഇപ്പോൾ രാവിലെ 7 മണിക്കാണ് നമ്മളത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 7 മണിക്ക് തന്നെ ചെയ്യാം. ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും വായിച്ചാൽ നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നില്ല. രാവിലെ 7 മണി
ആണ്. ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് വരുന്ന സമയം 7 മണിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിങ്ങിൽ ഒരു 7 ദിവസം ഒരു 11 ദിവസം നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം. പിന്നെ അതും അല്ലെങ്കിൽ നമുക്ക് സഹസ്രനാമത്തിൽ അല്ല ദേവി മാഹാത്മ്യത്തിൻ്റെ 11ാമത്തെ അധ്യായം നന്നായിട്ട് ഒരു 11 ദിവസം നെയ്വിളക്കൊക്കെ വെച്ച് ദേവീനെ പ്രാർത്ഥിച്ചാലും നമ്മുടെ പല പ്രതിസന്ധികളും മാറി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം നല്ലതാണ്. മുന്നോട്ട് പോകാനും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പുണർദ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും നമുക്ക് മിഥുനക്കൂറിലാണ്. അപ്പോൾ ഈ മുക്കാൽ ഭാഗവും മിഥുനക്കൂറിൽ നിൽക്കുമ്പോൾ 10ാം ഭാവത്തിലാണ് അവർക്ക് ശനീശ്വരം വന്നത്. പക്ഷേ വ്യാഴം നമുക്ക് കൂടെ തന്നെയുണ്ട്. ഈ വ്യാഴം കൂടെ നിൽക്കുമ്പോൾ ഈ ശനിയുടെ ഭാവം 10 ആയതുകൊണ്ട് കർമ്മമാണ്. അപ്പോൾ ശനി എപ്പോഴും കർമ്മത്തിലാണ് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം കർമ്മത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കർമ്മത്തിലാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അലസത വരുത്തും, നമുക്ക് ഉറക്കം വരും. നമ്മളെപ്പോഴും വീടിനകത്ത് റൂമിൽ ഉറങ്ങാനും എപ്പോഴും ആ ഒരു സുഖം നമ്മൾക്ക് അനുഭവപ്പെടും. അപ്പം അങ്ങനെയല്ലാതെ എന്ത് ജോലിയാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകണം എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു അലസത ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ഓർമ്മിപ്പിക്കുക എന്ന് പറയില്ലേ. ഇപ്പോൾ ഹനുമാനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഹനുമാനെ എന്തും ഓർമ്മിപ്പിച്ചാൽ മാത്രമാണ് ആള് പ്രവർത്തിക്കുക. അതുപോലെ നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ കർമ്മത്തിൽ എപ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് വില്ലുവാർച്ചന നടത്തുക. അതിപ്പോൾ ശനിയാഴ്ച തോറും ശിവൻ്റെ അമ്പലത്തിൽ പോവാം. അതേപോലെ രുദ്രാഭിഷേകം മാസത്തിലൊരിക്കൽ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുക. 3ാം ഭാവത്തിൽ കേതു വരുമ്പോൾ മനസ്സിന് എപ്പോഴും ടെൻഷനുകൾ ഉണ്ടാവുകയാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ പുഷ്പാഞ്ജലി നമുക്ക് ചെയ്യാം. മൃത്യുഞ്ജയം ചെയ്യുന്നത് ദുരിതങ്ങൾ അകറ്റാനാണ്, അല്ലാതെ ഇനി മൃത്യു ഉണ്ടാവാനോ ഉണ്ടാവാതിരിക്കുക അങ്ങനെയൊന്നല്ല. ദുരിതങ്ങൾ അകന്നു പോകും. നമുക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ടോ അതിനൊക്കെ മാറി നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കി തരുന്നതാണ് മൃത്യുഞ്ജയ ആ മന്ത്രത്തിൻ്റെയൊക്കെ പ്രാധാന്യം നമുക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമോ നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ഹോമം ചെയ്യാനൊക്കെ ആയിട്ട് പൈസ കൂടുതലാണെങ്കിൽ നമുക്ക് പുഷ്പാഞ്ജലിയിൽ നമുക്ക് വെക്കാം. ആ മന്ത്രങ്ങൾ അവർ കറക്റ്റായിട്ട് ചെയ്തോളൂ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം ഈ പുണർദ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും മിഥുനക്കൂറിലുള്ളവർക്ക് അത് പറ്റും. ഇനി കാൽ ഭാഗം നമുക്ക് കർക്കിടകക്കൂറിലാണുള്ളത്. അപ്പോൾ ഈ കാൽ ഭാഗം കർക്കിടകക്കൂറിലുള്ളവരെ സംബന്ധിച്ച് ഇവർക്ക് 9ാം ഭാവത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. വ്യാഴമാണെങ്കിൽ 12ൽ മറയുകയും ചെയ്തു. 12ാം ഭാവത്തിൽ വ്യാഴം പോവാന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നൊരു സമയമാണ്. പക്ഷെ ഇവിടെ ശനി 9ലുണ്ട്. ശനി 9ൽ നിൽക്കുമ്പോൾ ഭയങ്കര ആത്മീയമായ പ്രവർത്തികൾ ഉണ്ടാവാം. ഈശ്വരനിലേക്ക് കൂടുതലായിട്ട് നമ്മൾ അടുത്ത് നിൽക്കണം. അപ്പം മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ളൊരു വഴി നന്നായിട്ട് വരുള്ളൂ. നമുക്ക് എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൃത്യനിഷ്ഠമായിട്ട് ചെയ്യാം. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, 9ാം ഭാവത്തിൽ എപ്പോഴും പെട്ടെന്നായിരിക്കും നമുക്ക് അമ്പലങ്ങളിലെ ദർശനം പോവാം. ആ ദർശനത്തിന് പോകുമ്പോൾ അവിടെ എന്താണോ നമുക്ക് പറ്റത്തക്ക വഴിപാട് അത് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ കാൽഭാഗമുള്ള പുണർദ നക്ഷത്രക്കാർ അത് വളരെയധികം ശ്രദ്ധിക്കണം. 12ലെ വ്യാഴമായതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലാം. അതും ദിവസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലോ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട്. ചെയ്യണമെന്ന് ചിന്തിച്ചാൽ അത് കൃത്യനിഷ്ഠമായിട്ട് ചെയ്യാം. സഹസ്രനാമം ചൊല്ലുക കുറച്ച് നേരം പിടിക്കുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ഭാഗവതം വായിക്കുക. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം കുറച്ച് അധികം നേരം ഒരു 1-2 മണിക്കൂർ നന്നായിട്ട് പ്രാർത്ഥനകളോട് പോയാൽ അധികമായ സംസാരങ്ങൾ ഒതുങ്ങും. ഇവിടെ 2ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് സംസാരത്തിലൂടെ നിങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ പുണർദ നക്ഷത്രത്തിൻ്റെ കാൽഭാഗത്തുള്ളവർ ഈ 2ാം ഭാവത്തിലേക്ക് വരുന്ന ആ വാക്കുകളെ ശ്രദ്ധിക്കുക. പക്ഷെ പുണർദ നക്ഷത്രത്തിൻ്റെ മിഥുനക്കൂറിലുള്ളവർക്ക് അത്രയ്ക്കൊന്നും വാക്കിനെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ല. അങ്ങനെ വളരെ ശ്രദ്ധിച്ച് ഈ പുണർദ നക്ഷത്രക്കാർ ഈ വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഫലമാണ് നമുക്ക് കിട്ടുന്നത്. പോയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാർക്ക് ഇപ്പോൾ 9ാം ഭാവത്തിലാണ് നമുക്ക് ശനീശ്വരം വരുന്നത്. 9ലെ ശനിയും 12ാം ഭാവത്തിൽ വ്യാഴവും മറന്നു.
അപ്പോൾ 12 വ്യാഴം വരുമ്പോൾ ദൈവാധീനം നമുക്ക് കുറയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിനും പോകുമ്പോഴും നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ, അപ്പം നമുക്ക് ഡെയിലി അങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ പറ്റുന്നവരല്ല. അപ്പോൾ എന്ത് വേണം, വീട്ടിൽ തന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. അതിപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് ചൊല്ലാൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ വ്യാഴാഴ്ച മാത്രം ചൊല്ലുക. അതൊരു കൃത്യമായിട്ട് ചെയ്യുക, അനുഷ്ഠാനം പോലെ നമ്മൾ ചെയ്യുക. അപ്പോൾ അതേപോലെ ഭാഗവത സപ്താഹങ്ങളൊക്കെ പോയി വരും. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക. ആ സപ്താഹ വായനയിൽ അതിൽ ഉൾക്കൊണ്ട് നന്നായിട്ട് പ്രവർത്തിക്കുക. അതൊക്കെ ചെയ്യുന്നത് ഇവർക്ക് ഏറ്റവും നല്ലതാണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശനി 9-ലാണ്. അപ്പോൾ ശനി 9-ാം ഭാവത്തിൽ ശനി എപ്പോഴും ആത്മീയമായ പ്രവർത്തനങ്ങളെ നമുക്ക് കൂടുതൽ ഉണ്ടാക്കും. അപ്പോൾ കർമ്മം നമുക്കിവിടെ 10-ാം ഭാവമാണ്, അവിടെ ചൊവ്വയാണ് എന്നുണ്ടെങ്കിലും ഇവർ 2 പേരാണ് ഈ വർഷം കൂടുതലായിട്ട് നമ്മളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ആത്മീയത ആയിട്ടുള്ള പ്രവർത്തനങ്ങളും പിന്നെ ക്ഷേത്ര ദർശനമൊക്കെ കാരണം കർമ്മത്തിലേക്ക് ഇത്തിരി കൂടി ഉയർന്ന ചിന്താഗതികൾ വരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക, നമുക്ക് പറ്റാവുന്ന രീതിയിൽ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പോയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ വാക്കുകളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് 2-ലാണ് വാക്ക്. അപ്പോൾ നിധി, കോശം, വാക്ക്, അതായത് നിധി കിട്ടാനും വാക്കുകളിലൂടെയാണ് നമുക്ക് കിട്ടുക. പിന്നെ കുടുംബമാണ്. അപ്പോൾ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ധാരണയില്ലാതെ പ്രവർത്തിക്കുക, വഴക്കുകൾ ഉണ്ടാക്കുക, അതൊക്കെ ഈ കേതുവിനെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പം നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് പെട്ടെന്നായിരുന്നു അത് വന്നു പോയത് എന്ന് പറയില്ലേ, അങ്ങനെ പല പ്രതിസന്ധികളും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. വാക്കുകളിലൂടെ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ കർക്കിടക രാശിയിലും പോയ നക്ഷത്രക്കാർക്ക് ഒരു ദോഷമുള്ളൊരു സമയമാണ്. അപ്പോൾ വ്യാഴവുമില്ല. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോകണം. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും അവർ വാക്കുകളൊക്കെ സൂക്ഷിക്കുക. എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ടീച്ചേഴ്സിനോടൊന്നും അധികം സംസാരിക്കാതെ ഈ ഒരു വർഷം വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. കേതു എപ്പോഴും നമ്മുടെ വാക്കുകളെ ഗണ്ഡിക്കും. പിന്നെ അതേപോലെ തന്നെ കിട്ടാനുള്ള ധനം നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോന്നാൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ ദൈവാധീനം ഇവിടെ കുറവുള്ളത് കൊണ്ട് ശരിക്കും അനുഭവത്തിൽ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ദൈവാധീനത്തെ നന്നായി കൂട്ടുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, അതേപോലെ ശിവൻ്റെ അമ്പലത്തിൽ പിൻവിളക്ക്, മുൻവിളക്ക്, ധാര, ബില്വാർച്ചന, രുദ്രാഭിഷേകം, അതൊക്കെ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മാറ്റം വരും. പിന്നെയെന്ന് പറഞ്ഞാൽ അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത്. അഷ്ടമത്തിലെ രാഹു രോഗങ്ങളെ പറയുന്നു. അതും ശനി ക്ഷേത്രത്തിൽ രാഹു ആകുമ്പോൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങളാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന വഴിക്ക് നമ്മൾ പെട്ടെന്ന് ഒരു അബദ്ധത്തിലൊന്നും പോയി ചാടാതെ രാഹു ആയതുകൊണ്ട് ആയുർവേദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കാണ് മുൻതൂക്കം കൊടുക്കുക. ശനിയാണെങ്കിലും രാഹു ആണെങ്കിലും. അപ്പോൾ ആദ്യം അങ്ങനത്തെ വല്ല ട്രീറ്റ്മെൻറ്റൊക്കെ നോക്കുക. പറ്റില്ലെങ്കിൽ മാത്രം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഈ ഞരമ്പാണ് ഏറ്റവും കൂടുതൽ വലിക്കുക. പിന്നെ അതേപോലെ കാല് സംബന്ധമായ രോഗങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ അവർ വളരെ സൂക്ഷിക്കുക. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരെ കയ്യിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മൾ പറയുന്ന വാക്കായിരിക്കില്ല അവർ ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതായിരിക്കില്ല നമ്മൾ കേൾക്കുക. അപ്പം നമ്മുടെ വാക്ക് നമുക്ക് ദേഷ്യം വരും. ഇവിടെ ഓൾറെഡി നമുക്ക് ദേഷ്യം വരും. അപ്പോൾ ആ ദേഷ്യത്തിനൊക്കെ ഒന്ന് കുറയ്ക്കാനാണ് സഹസ്രനാമം ചൊല്ലുന്നതും ക്ഷേത്ര ദർശനം ചെയ്യുന്നതും. അപ്പോൾ അത് കറക്റ്റായിട്ട് പോയാൽ പോയ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഏറ്റവും നല്ലതായിട്ട് തന്നെ നമുക്ക് പോവാം. നമ്മുടെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ക്ഷേത്ര ദർശനം ചെയ്യാം, വാക്കുകളെ ശ്രദ്ധിച്ചാൽ ബാക്കി എല്ലാതും നമുക്ക് കറക്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ പോയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഇങ്ങനെയൊക്കെ ചെയ്ത ഏറ്റവും നല്ല ഫലങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രക്കാരും കർക്കിടകക്കൂറിലുള്ളവരാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചും 12-ലാണ് വ്യാഴം മറഞ്ഞു നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ വ്യാഴം പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഈശ്വര ഭജനം തന്നെയാണ് ആവശ്യം. അപ്പോൾ വിഷ്ണുവിനെ തന്നെ നന്നായിട്ട് ഭജിക്കുക. ശ്രീരാമ ക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, എപ്പോഴും വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. പിന്നെ നമ്മൾ ഓം നമോ നാരായണ ജപിക്കുക. ഏറ്റവും കൂടുതൽ ഓം നമോ നാരായണ കുറച്ച് നേരം ഫ്രീ ആയിട്ട് മൊബൈലൊക്കെ ഓഫാക്കി നമ്മൾ ജപിക്കാനിരിക്കുക. നിലത്ത് ഒരു തകിടൊക്കെ വിരിച്ച് അതിലിരിക്കുക. അതൊക്കെയാണ് ആയില്യ നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. അവരെ സംബന്ധിച്ച് അഷ്ടമത്തിലെ രാഹുവാണ്. അപ്പോൾ ഈ ആയില്യ നക്ഷത്രം രാഹുവിൻ്റെ നക്ഷത്രമാണെന്നാണ് പറയുക. അപ്പോൾ അവർക്ക് ഈ അഷ്ടമത്തിലാവുമ്പോൾ രോഗാവസ്ഥകൾ ഉണ്ടാക്കുന്നുണ്ട്.
ഏറ്റവും നന്നായിട്ട് നാഗക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കൊല്ലത്തിലൊരിക്കൽ ഒരു സർപ്പബലി നടക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് രാഹുവിന് സമർപ്പിക്കുക. പാമ്പ് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹു പൂജ ചെയ്യുക. ഇതൊക്കെ ആയില്യ നക്ഷത്രക്കാർ ചെയ്യേണ്ടതാണ്. പിന്നെ ശിവന്റെ അമ്പലത്തിൽ പോവുക, പിൻവിളക്ക്, മുൻവിളക്ക്, ധാര, പിന്നെ വില്ലുവാർച്ചന, അത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ 2ാം ഭാവത്തിൽ നമുക്ക് കേതു ഉള്ളത് കൊണ്ട് ഇതുപോലെ വാക്കുകളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വാക്കുകൾ ആയില്യ നക്ഷത്രക്കാർക്ക് ഓൾറെഡി ഇത്തിരി ദേഷ്യം കൂടിയ ഒരു നക്ഷത്രം ആയതുകൊണ്ട് വാക്കുകൾ വളരെയധികം സൂക്ഷിക്കുക. അതിനാണ് നമ്മൾ സഹസ്രനാമം ചൊല്ലാൻ പറയുന്നത്. സഹസ്രനാമം ചൊല്ലാനായിട്ട് നമുക്കൊരു ആദ്യം തുടക്കക്കാർക്കാണെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ വേണ്ടി വരും. അല്ലാത്തവർക്ക് ഒരു 40-45 മിനിറ്റെങ്കിലും ഉണ്ടാവും. അപ്പം അത്രയും സമയം നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ നമുക്ക് ഒരു നോർമൽ നമ്മുടെ മനസ്സിൻ്റെ ടെൻഷനൊക്കെ ഒന്ന് കുറയും. അതുകൊണ്ട് തന്നെ ഇവർ വ്യാഴത്തെ നന്നായിട്ട് ഭജിക്കണം. ഭാഗവത സപ്താഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, പോവാം, ഒന്ന് പോയി പങ്കെടുത്തിട്ട് വരിക. അതാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. പിന്നെ കയ്യിൽ വരുന്ന ധനം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് ധനത്തെ കുറവ് വരും. അപ്പം അതും വളരെ ശ്രദ്ധിക്കുക. കിട്ടാവുന്ന ധനം വാക്കുകളിലൂടെ പോവാതെയും ശ്രദ്ധിക്കുക. ഇതാണ് ആയില്യ നക്ഷത്രക്കാർക്ക് ഈ വർഷം ചെയ്യേണ്ടത്. കുട്ടികളാണെങ്കിലും ഇവർക്ക് പുറത്തേക്ക് പോകാൻ, ചരരാശി ആയതുകൊണ്ട് പുറത്തേക്കൊക്കെ പോവാം. അതുകൊണ്ടൊന്നും ഇവിടെ വിഷയമില്ല. വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ വിദേശവാസത്തിന് കുഴപ്പങ്ങളൊന്നും വരില്ല. പക്ഷെ അതിൻ്റെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ തടസ്സങ്ങൾ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ പിന്മാറാതെ മുന്നോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. വാഹനാദികളൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത്. മകനക്ഷത്രം ചിങ്ങക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം കേതു കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. കേതുവാണ് ചിങ്ങത്തിൽ നിൽക്കുന്നത്. കേതു കൂടെയാണ്. 11ാം ഭാവത്തിൽ നമുക്ക് വ്യാഴമുണ്ട്. 11-ൽ വ്യാഴം ഏറ്റവും നല്ലതാണ്. അപ്പോൾ ലാഭസ്ഥാനത്താണ്, 11ാം ഭാവമാണ്. പക്ഷെ ഇവിടെ 7ാം ഭാവവും 8ാം ഭാവവും നമുക്ക് പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ രാഹുവും 8ാമത്തിൽ നമുക്ക് ശനീശ്വരനുമാണ് നിൽക്കുന്നത്. അത് ആ ശനി നിൽക്കുന്ന ക്ഷേത്രം വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. അത് 11-ലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഞരമ്പ് രോഗങ്ങളാണ് കൂടുതൽ വരുത്തുക. ടെൻഷൻ ധാരാളം ഉണ്ടാക്കും, രോഗങ്ങളുണ്ടാക്കും, സ്കിന്ന് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ഉണ്ടാക്കുന്നു ഈ രാഹു. പിന്നെ രാഹു ആണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ആ ഗതി ഉണ്ടല്ലോ, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോ ഉണ്ട്, അതിനെ തടസ്സപ്പെടുത്തും. അപ്പോൾ പതുക്കെയാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നമുക്ക് ഇവിടെ 11-ൽ വ്യാഴമുണ്ട്. അപ്പോൾ ആ വ്യാഴത്തിനെ കൂടുതൽ ഭജിക്കുക. 11ആണ് നമ്മുടെ ലാഭസ്ഥാനം. അപ്പോൾ അവിടെ വ്യാഴാണ് വന്നിരിക്കുന്നത്. ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഉണ്ടാക്കി തരുന്ന ആളാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കണക്ക് കൂട്ടിയിട്ട് വേണം ഓരോ രൂപയും ചെലവഴിക്കാൻ. ഇവിടെ കേതു ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഖണ്ഡനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രോഗങ്ങളെ ഉണ്ടാക്കാം. ഇത് ഉദര സംബന്ധമായിട്ട് ഇപ്പോൾ നമ്മുടെ രാശി, നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഉദരം ഭാഗത്താണ് കേതു വന്ന് നിൽക്കുന്നത്. അപ്പോൾ മിക്കപ്പോഴും വയറ് സംബന്ധമായിട്ടുള്ള ഗ്യാസിൻ്റെ പ്രോബ്ലം, സ്റ്റോണ്, അങ്ങനെ കിഡ്നി സ്റ്റോൺ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അവിടെ അങ്ങനെ വരുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഓരോ രൂപയും ശ്രദ്ധയോടുകൂടി ചെലവഴിക്കണം. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ രാഹു 7-ൽ നിവർത്തി സ്ഥാനത്ത്, എന്ത് കാര്യം നിവർത്തി തരുന്ന ഭാവമാണ് നമ്മുടെ ഇവിടെ ശനി. അത് ശനി 8ാമത്തിൽ പോയി. 8ാമത്തിൽ ശനി ഇവിടെ 7-ലും. പിന്നെ ഇപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കർമ്മത്തിൽ ശ്രദ്ധിക്കുക. ഇവിടെ ചെറിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കാതെ നമ്മൾ കർമ്മത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. നന്നായിട്ട് അത്രയും ദോഷങ്ങൾ വരുമ്പോൾ മാത്രം ഡോക്ടറെ കാണിക്കുക. ആയുർവേദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആദ്യം ആരംഭിക്കാം. പിന്നെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് പേടി വരും. അതിനൊക്കെ നിങ്ങൾ ഭഗവാനിലാണ് ഏറ്റവും കൂടുതൽ അർച്ചന ചെയ്യേണ്ടത്, വിഷ്ണു ക്ഷേത്രത്തിൽ. പിന്നെ ഈ രാഹുവും ശനീശ്വരനും ഈ പാപഗ്രഹങ്ങളായതുകൊണ്ട് നമ്മളെപ്പോഴും ശിവക്ഷേത്രത്തിൽ പോയിട്ട് മൃത്യുഞ്ജയ ഹോമം ചെയ്യണം. ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മൃത്യുഞ്ജയ ഹോമം മസ്റ്റായിട്ട് ചെയ്തു പോകണം. ഈ ഒരു വർഷം മാസത്തിലൊരിക്കൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക, ബില്ലുവ അർച്ചന ചെയ്യുക. പിന്നെ അതേപോലെ കരിക്കിൻ്റെ ധാര,
അതും മാസത്തിലൊരിക്കൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യാം. എന്നുവെച്ചാൽ ടെൻഷനാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നു. രോഗാവസ്ഥകളിലുള്ളവരാണെങ്കിൽ തന്നെ അവർക്ക് കരിക്കിൻ്റെ അർച്ചന ശിവന് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് ധാര കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ധന്വന്തിരി ക്ഷേത്രം, അവിടെ ഒരു മുക്കിടി നിവേദ്യം എന്ന് പറഞ്ഞ നിവേദ്യമുണ്ട്. അതൊക്കെ ഒന്ന് പോയി ചെയ്യാം. കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഒന്ന് പോയി ചെയ്യാം. അപ്പം എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും നമുക്ക് പോകാൻ പറ്റില്ല, എല്ലാ ദിവസവും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് മാസത്തിലൊരിക്കൽ ഒരു കൃത്യമായിട്ടെടുത്ത് അത് പോവാം. വീട്ടിൽ ശരിക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ ശിവനെ നന്നായിട്ട് ഭജിക്കുക. ഓം നമ ശിവായ ജപിക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ ജപിക്കേണ്ടത് ഓം നമ ശിവായാണ്. 11 വ്യാഴം നമുക്ക് അനുഗ്രഹിക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൃത്യുഞ്ജയ ഹോമം ചെയ്യുക. ഓം നമ ശിവായ വീട്ടിലിരുന്ന് ജപിക്കുക. അത് കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരുന്ന് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് നന്നായിട്ട് ഒരു ജപമാലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യുമ്മ ജപിക്കാൻ പറ്റുന്നുള്ളവരാണെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നാൽ അത് കൃത്യമായിട്ട് ചെയ്തു പോവാം. അപ്പോൾ നമുക്ക് ഫലം ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ രാവിലെ ആണെന്ന് വെച്ചാൽ രാവിലെ, സന്ധ്യയ്ക്കാണെങ്കിൽ സന്ധ്യയ്ക്ക്, ഏത് സമയമാണോ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം അത് തിരഞ്ഞെടുത്ത് ഇവിടെ ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഇവിടെ കുട്ടികൾക്കാണെങ്കിലും രോഗങ്ങളൊക്കെ ഇപ്പോൾ എല്ലായിടത്തേക്കും പോകാനായിട്ട് നമ്മൾ നിൽക്കുന്ന കുട്ടികളാണെങ്കിലോ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് എക്സാമിനൊക്കെ ആയിട്ട് നിൽക്കുന്ന കുട്ടികളോ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഓം നമ ശിവായ നന്നായി ജപിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറയുന്നത്. അപ്പോൾ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഏറ്റവും നല്ലതാണ്. വ്യാഴം 11-ലാണ്. അതുകൊണ്ട് തന്നെ ലാഭസ്ഥാനമാണ്. ആ ലാഭത്തിലേക്ക് വരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളാണ് ഇവിടെ രാഹുവും ശനിയും വന്ന് നിൽക്കുന്നത്. അപ്പം ആ രാഹുവും ശനിയെയാണ് നമുക്ക് പ്രാർത്ഥിപ്പിച്ച് നമ്മുടെ കൂടെ നിർത്തേണ്ടത്. അവരെ നന്നായിട്ട് അവർക്ക് ഭജിച്ച് അവരെ പ്രീതിപ്പെടുത്തി നമ്മുടെ കൂടെ നിർത്താം. ഇവർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് ഈ ഒരു വർഷം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിങ്ങക്കൂറ് തന്നെയാണ്. പൂരനക്ഷത്രക്കാർ കേതു ലഗ്നത്തിൽ തന്നെയാണ്. അതായത് ആ നക്ഷത്രത്തിനോട് കൂടെ തന്നെയാണ് കേതു വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ കേതു കൊണ്ട് പിന്നെ വ്യാഴം 11-ലുണ്ട്. വ്യാഴം 11-ൽ ഏറ്റവും നല്ലതാണ്. ലാഭസ്ഥാനത്താണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ധനത്തെ നമുക്ക് കിട്ടുമെന്നാണ് പറയുക. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ആ പ്രതീക്ഷിക്കാത്ത ധനത്തിനെ നമുക്ക് കിട്ടാനായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രാഹുവും നമ്മുടെ ശനീശ്വരനോട് അഷ്ടമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ രാഹു ആണെങ്കിൽ നിവർത്തിസ്ഥാനം എന്ന് പറയും, 7-ാം ഭാവം. അപ്പം അത് നിവർത്തിക്കുന്നില്ല. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നിവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളുണ്ടാവാം. പിന്നെ ഉള്ളത് നമുക്ക് അഷ്ടമത്തിലെ ശനിയാണ്. ഈ അഷ്ടമത്തിലെ ശനിയും നമുക്ക് ദോഷങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ശിവൻ്റെ അമ്പലത്തിലാണ് പോകേണ്ടത്. ശിവൻ്റെ അമ്പലത്തിൽ പോവാം, മൃത്യുഞ്ജയം ചെയ്യാം. മൃത്യുഞ്ജയം എപ്പോഴും ദുരിതങ്ങളെ മാറ്റും. അപ്പം ദുരിതങ്ങൾ മാറിപ്പോകുമ്പോൾ നമുക്കിവിടെ ആ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നന്നായി കിട്ടും. വ്യാഴം തരുന്ന അറിയാത്ത ധനം, പെട്ടെന്ന് എന്തൊക്കെയാണോ ധനങ്ങളെ കിട്ടുന്നത് അതൊക്കെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ ഇവിടെ കേതു നിൽക്കുകയാണ്. കേതു ഇവിടെ ഉദര സംബന്ധമായ ഭാവത്തിലാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഉദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടാവാനോ വേദനകൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ രോഗങ്ങൾ ഇവിടെ ഈ ഒരു വർഷം നമുക്ക് ഈ പൂരം നക്ഷത്രക്കാർക്ക് ചെറുതായിട്ടൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ അവിടെ വ്യാഴത്തിന് നന്നായിട്ട് പ്രാർത്ഥിച്ചാലേ നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറ്റം വരാനായിട്ട് സാധിക്കും. എന്നുവെച്ചാൽ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും മറികടക്കാൻ പറ്റുമെന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഈശ്വരാധീനം നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ രാഹു ഉണ്ട്, ഇവിടെ ശനിയുണ്ട്. അപ്പോൾ അഷ്ടമത്തിൽ ശനീശ്വരനുമുണ്ട്. അപ്പോൾ അഷ്ടമാധിപനായിട്ട് ശനീശ്വരനെ നല്ലപടിയെ പ്രാർത്ഥിക്കുക. ശനീശ്വരന് വില്ലുവാർച്ചന കൊടുക്കുക. പിന്നെ പൂരം നക്ഷത്രത്തിൻ്റെ സിംഹരാശിയാണല്ലോ അവിടെ നിൽക്കുന്നത്, സൂര്യൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ സൂര്യൻ്റെ ക്ഷേത്രമാകുമ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ലോണോ അല്ലെങ്കിൽ വേറെ കടബാധ്യതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഷ്ടമത്തിൽ ബന്ധനമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ ബാധ്യതകൾ വരുത്തുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സംബന്ധമായിട്ട് നമുക്ക് വാക്ക് തർക്കങ്ങൾക്കൊക്കെ ഇടവരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്നാലും ഇവിടെ വ്യാഴമുണ്ട്. നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് വ്യാഴനെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. അതേപോലെ ശിവക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മാറ്റം വന്ന് ഈ ഒരു വർഷം നമുക്ക് ബാധ്യതകളൊക്കെ കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാം. അപ്പോൾ അതാണ് ഈ പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുന്നത്. ഒരു സിംഹരാശിയാണ്, നല്ല രാശിയാണ് ഇവർക്ക്. പക്ഷെ ഓരോ മാറ്റങ്ങൾ ഈ വ്യാഴത്തിനെ കൊണ്ട് ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതാണ് ഈ
പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം നമുക്ക് പറയാനുള്ളത്. ഉത്ര നക്ഷത്രം, ഇപ്പോൾ ചിങ്ങക്കൂറിലെ ഉത്ര നക്ഷത്രത്തിൻ്റെ കാൽഭാഗമാണ് നമുക്ക് ആ ചിങ്ങക്കൂറിലുള്ളത്. അവരെ സംബന്ധിച്ചാണെന്നുണ്ടെന്ന് വെച്ചാൽ അവർക്കും 11-ലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പം കാൽഭാഗമുള്ള ഉത്രക്കാർക്ക് 11-ാം ഭാവത്തിൽ വ്യാഴം വരികയും 7-ൽ രാഹുവും 8-മത്തിൽ ശനീശ്വരനാണ് വരുന്നത്. പിന്നെ ലഗ്നത്തിൽ തന്നെ നമുക്കിവിടെ കേതുവും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം വ്യാഴനെ കൊണ്ട് നമുക്ക് അനുകൂലമായ സാഹചര്യമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത്. വ്യാഴം 11-ൽ വരുന്നു. ആ വ്യാഴത്തിനെ കൊണ്ട് നമുക്ക് ബുധൻ്റെ ക്ഷേത്രത്തിൽ വരുന്നു. ബുധൻ ക്ഷേത്രത്തിലാകുമ്പോൾ നമ്മൾ തന്നെ വളരെ കണ്ണിങ്ങോടുകൂടി കാര്യങ്ങൾ നടത്തിയാൽ ലാഭങ്ങളെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് പറയുക. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്കിവിടെ രാഹു നിവർത്തി സ്ഥാനത്തുണ്ട്, 8-മത്തിൽ ശനീശ്വരനുണ്ട്. അപ്പോൾ രോഗാവസ്ഥ നന്നായിട്ട് പറയുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഇവിടെ കേതു ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രോഗങ്ങളെ കുറച്ചൊക്കെ വരാനായിട്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് മുൻവിളക്ക് ധാര, രുദ്രാഭിഷേകം ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ ഉത്ര നക്ഷത്രത്തിൻ്റെ തന്നെ 3/4 ഭാഗവും നമുക്ക് കന്നിക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചായിട്ടുള്ള ഉത്ര നക്ഷത്രക്കാർ അവർക്ക് 7-ാം ഭാവത്തിലാണ് ശനി വന്നത്. അപ്പോൾ അവർക്ക് കണ്ടകശനിയുടെ കാലഘട്ടമാണ്. മറ്റവർക്കാണെങ്കിൽ 8-മത്തിലാണ് ശനീശ്വരൻ വരുന്നത്. അപ്പോൾ ഇവിടെ ആ ശനി 7-ലും 10-ലാണ് വ്യാഴം വന്നത്. 10-ാം ഭാവത്തിൽ വ്യാഴം നമുക്ക് ശരിക്കും പറയുക കർമ്മത്തിലാണ് വ്യാഴം. അപ്പോൾ കർമ്മത്തിലൂടെ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരോ ബിസിനസ്സുകാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമ്മൾ കുറേ ഓടി നടന്ന് ചെയ്യും, പക്ഷെ നമുക്ക് അതിനുള്ള ലാഭം കിട്ടുന്നില്ല. പിന്നെ അതേപോലെ എത്രയൊക്കെ പണി ചെയ്താലും മേലുദ്യോഗസ്ഥന്മാരെ കയ്യിൽ നിന്ന് ദോഷങ്ങൾ ഉണ്ടാക്കുക, അവരെപ്പോഴും നമ്മളെ പഴി പറയുക, ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്ന ഒരു സമയമാണ് ഉത്രത്തിൻ്റെ കന്നിക്കൂറുകാർക്കുള്ളത്. അപ്പോൾ പിന്നെ അവർക്ക് 12-ാം ഭാവത്തിൽ കേതുവാണ്. 12-ാം ഭാവത്തിൽ കേതു വരുമ്പോൾ ടെൻഷൻ കൂടും. പിന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് തോന്നും. അപ്പോഴാണ് 7-ലെ ശനിയാണ്, കണ്ടകശനിയുടെ കാലമായതുകൊണ്ടാണെന്നൊക്കെ നമുക്ക് തോന്നലുണ്ടാവുക. അപ്പോൾ ശനീശ്വരനെ നല്ലപോലെ പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് എല്ലാ കർമ്മങ്ങളും കൂടുതലായിട്ട് ചെയ്യുക. ഇപ്പോൾ പെട്ടെന്ന് അലസതയായിട്ട് ചെയ്യാതെ കൃത്യമായിട്ട് നമ്മളതൊരു കർമ്മം ചെയ്ത് കഴിച്ച് അത് അവസാനിപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ പിന്മാറാൻ പാടുള്ളൂ. അങ്ങനെ ഒരു 6 മാസം നമ്മൾ ചെയ്തു പോയാൽ മതി. അപ്പോൾ തന്നെ മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കാം ഇവിടെ. അപ്പോൾ ശനിക്ക് അറിയാം, ശനി എപ്പോഴും ന്യായത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ 7-ാം ഭാവം എന്ന് പറയുമ്പോൾ പിന്നെ കുടുംബവും കൂടിയാണ്. ഭർത്താവിൻ്റെ ഭാവമാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ ഭാവവും ആണുങ്ങളെ സംബന്ധിച്ച് അത് ഭാര്യയുടെ ഭാവവുമാണ്. അപ്പോൾ അവിടെ ശനി വരുമ്പോൾ രോഗങ്ങൾ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പരസ്പര ധാരണയില്ലാതെ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ ഉത്ര നക്ഷത്രക്കാരുടെ ഈ 3/4 ഭാഗമുള്ള കന്നിക്കൂറുകാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം. ചിങ്ങക്കൂറിലുള്ളവർക്ക് പിന്നെയും രോഗാവസ്ഥകളാണ് കൂടുതൽ അവിടെ വരുന്നത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടികളാണെങ്കിലും ആദ്യമായി ഒരു ജോലി കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന പല ജോലികളാണ് നമുക്ക് കിട്ടുക. അതെങ്ങനെയായാലും അവിടെ പിടിച്ചു നിന്നാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ് പിന്നെ വരുന്നത്. ഇപ്പോൾ ഒരു വർഷം നമുക്ക് ഇത്തിരി കഷ്ടതകൾ വന്നാലും പിന്നെ ഒരു സമയം നമുക്ക് ഏറ്റവും നല്ല ശോഭന ഫലങ്ങളാണ് ഇപ്പോൾ തരാൻ പോകുന്നത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബിസിനസ്സുകാരും പിന്നെ ഉദ്യോഗസ്ഥരും അവരൊക്കെ ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ചിങ്ങത്തിലുണ്ട് കാൽഭാഗം, കന്നിയിലും 3/4 ഭാഗമുണ്ട്. അപ്പോൾ ഒരു വ്യത്യസ്തരായിട്ട് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ശിവക്ഷേത്രത്തിൽ പോയിട്ട് മുൻവിളക്ക് ധാര എന്നിവയൊക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഫലങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വർഷം സാധിക്കും. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കന്നിക്കൂറാണ്. ഇവർക്ക് 10-ാം ഭാവത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പം 10-ൽ വ്യാഴം വരുന്നത് നല്ല സമയമാണ് എന്നാണ് പറയുക. എന്നാലും നമുക്ക് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെക്കാൾ ഏറ്റവും കുറവ് വർക്ക് ചെയ്ത ആൾക്കാർക്കായിരിക്കും അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ അവർക്കായിരിക്കും ഏറ്റവും സ്ഥാനം കൊടുക്കുക. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ വരുന്നൊരു സമയമാണ് അത്തംകാർക്ക്. ഇവിടെ 7-ൽ ശനിയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നന്നായി ചെയ്താലും അവിടെ ഒരു മങ്ങലേൽക്കുകയാണ് ചെയ്യുന്നത്. അതിനെ മാറ്റണം, നമുക്കതിനെ മാറ്റുകയാണല്ലോ വേണ്ടത്. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോവാം. ശിവന് പറ്റത്തക്ക വഴിപാടുകൾ, നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വഴിപാടുകൾ ചെയ്യാം.
പിന്നെ അതേപോലെ ശിവന്റെ ഓം നമ ശിവായ നന്നായിട്ട് ജപിക്കുക. ഏറ്റവും കൂടുതൽ സമയവും ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ തൃപ്പുക അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ടാവും. തൃപ്പുക സന്ധ്യ വൈകുന്നേരത്തെ അത്താഴ പൂജ കഴിഞ്ഞിട്ട് തൃപ്പുക കൊടുക്കുക എന്നുള്ളൊരു പതിവുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ തൃപ്പുക കൊള്ളുന്നതും ഇവർക്ക് ഏറ്റവും നല്ലതാണ്. വ്യാഴം 10-ലാണല്ലോ. ആ വ്യാഴം എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകേണ്ടത്. അപ്പം അവിടെയാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യത. പിന്നെ അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ഭാവം, സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഭർത്താവിൻ്റെ ഭാവം, പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ ഭാര്യമാരുടെ ഭാവമൊക്കെയാണ്. ഇതിലിപ്പോൾ അവർ തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ വരാം. പിന്നെ ഇവർ ഷെയർ ചെയ്യുന്ന ഇവരുടെ വേറെ അതറായിട്ടുള്ള ഷെയർ ചെയ്യുന്ന പാർട്ട്ണർമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നക്ഷത്രക്കാർ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ രാഹു 6-ാം ഭാവത്തിൽ നല്ലതാണ്. പാപഗ്രഹങ്ങൾക്ക് 6-ാം ഭാവം നല്ലതായതുകൊണ്ട് 6 അപ്പോൾ ശത്രുക്കൾ എത്ര പേരുണ്ടെങ്കിലും അതിനൊക്കെ നമുക്ക് ഹനിക്കാനായിട്ട് സാധിക്കുന്നു. പക്ഷെ ഇവിടെ കേതു 12-ലാണ്. കേതു 12-ൽ വരുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടുതലായിരിക്കും. അപ്പം നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ടൂറ് പോവുക, മറ്റുള്ളവരെ കൂട്ടം കൂടിയായിട്ട് പുറത്തേക്ക് പോവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വീട്ടിൽ അറിയാതെയൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണത്. ഈ ഒരു വർഷം വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്തങ്കാർക്ക് ഏറ്റവും നല്ല ഫലമാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ കർമ്മത്തിൽ വ്യാഴമുണ്ട്. കർമ്മപരമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മുന്നിലേക്ക് ഒരു പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും കിട്ടും. ശനി 7-ലാണെന്ന് നോക്കേണ്ട കാര്യമില്ല നമുക്കിവിടെ. നമ്മുടെ കർമ്മമാണ് ഇവിടെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് നിഷ്ഠയോടുകൂടി കർമ്മത്തിൽ വരിക, മുന്നിലേക്ക് പോവുക, അത് ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുക, മേലുദ്യോഗസ്ഥനെ കാണിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഉയർന്ന ഒരു പോസ്റ്റ് കിട്ടാനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാഹുവിൻ്റെ ഇവിടെ ആ ശത്രുക്കളെ കളയും. അപ്പം നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള വഴി മുന്നോട്ട് പൊക്കോളും. അപ്പോൾ വിഷ്ണുവിന് നന്നായിട്ട് ഭജിക്കുക, ശിവക്ഷേത്രത്തിൽ പോവുക. പിന്നെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അവിടെ സാമ്പത്തികമായിട്ട് ചർച്ചകളൊക്കെ ധാരാളം വരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കായാലും പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു 12-ൽ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കേതു ആയതുകൊണ്ട് തടസ്സങ്ങളെ ഉണ്ടാക്കും. സൂര്യനാണല്ലോ. ഇപ്പോൾ ബാങ്ക് സംബന്ധമായിട്ടുള്ള ലോണ് അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ തടസ്സങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഭഗവാനെ നന്നായിട്ട് ശ്രദ്ധിച്ച് അവിടെ പോയിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്ത് വിഘ്നേശ്വരനൊരു തേങ്ങയൊക്കെ മുട്ടിറക്കി അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഈ തടസ്സങ്ങളെ മാറ്റാനും നമുക്കിത് കൊണ്ട് സാധിക്കും. അപ്പോൾ തടസ്സമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാതിരിക്കാതെ നന്നായിട്ട് 1-2 തടസ്സങ്ങൾ വന്നാലും മുന്നോട്ട് പോയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റി വന്ന് നിങ്ങൾക്ക് ഒരു നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലേക്ക് ഈ ഒരു വർഷം പോകാനായിട്ട് സാധിക്കും. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗമാണ് നമുക്ക് കന്നിയിലും പകുതി ഭാഗം നമുക്ക് തുലാത്തിലാണ് വരുന്നത്. അപ്പം കന്നിയിലിരിക്കുന്ന ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് 10-ാം ഭാവത്തിലേക്ക് വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട്. വ്യാഴം 10-ലാണ്. പിന്നെ 7-ാം ഭാവത്തിൽ ഇവിടെ ശനീശ്വരനും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഇവരെ സംബന്ധിച്ചും 10-ൽ കർമ്മമാണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അലസത വരാനായിട്ട് കുറേ സാധ്യതയാണ്. 7-ൽ നിൽക്കുമ്പോഴും 4-ൽ നിൽക്കുമ്പോഴും. ശനിയൊക്കെ കണ്ടകനായി നിൽക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് അലസത, ഉറക്കം, മടി അതൊക്കെ വരാനായിട്ട് കൂടുതൽ സാധ്യതയാണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണിത്. എന്താ വെച്ചാൽ വ്യാഴം 10-ൽ നിൽക്കുമ്പോൾ ഈ അലസത വരും. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ള പൈസയും നമുക്ക് കിട്ടും. അപ്പോൾ അത് മതി എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. അതല്ല നമുക്ക് വേണ്ട. മുന്നോട്ട് ഇനിയും നമുക്ക് അർത്ഥങ്ങൾ ഉണ്ടാക്കണം. അതായത് സാമ്പത്തിക സ്ഥിതി ഒക്കെ നമുക്ക് ധാരാളം ഉണ്ടാക്കണം. ഒരു മറ്റുള്ളവരെ പറ്റിക്കാതെ നമ്മുടെ കർമ്മം എന്താണോ ആ കർമ്മത്തിലൂടെ മാത്രം നമ്മൾ സഞ്ചരിച്ച് സാമ്പത്തിക സ്ഥിതിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു രോഗാവസ്ഥ. രാഹു 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശത്രുക്കളൊക്കെ നമുക്ക് ഹനിക്കാനായിട്ട് കഴിയും. അപ്പോൾ രാഹുവിനെ കൊണ്ട് നമുക്ക് പാപഗ്രഹങ്ങൾക്ക് 6, 3 നല്ലൊരു ഭാവമാണ്. അതുകൊണ്ട് രാഹുവിനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണങ്ങളൊക്കെ കന്നിക്കൂറുകാർക്കുണ്ട്. പക്ഷെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 9-ാം ഭാവത്തിലാണ് വ്യാഴം. അപ്പോൾ തുലാക്കൂറുകാർ ആയിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് 9-ൽ വ്യാഴം, ഭാഗ്യഭാവത്തിൽ വ്യാഴം വരുന്നു. അപ്പോൾ അവർക്ക് കൂർമ്മ ബുദ്ധി വരുന്നൊരു സമയമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വ്യാഴം ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. ബുധൻ നമുക്ക് ആദ്യമൊക്കെ കുറച്ച് ഓർമ്മക്കുറവ് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രായത്തിനനുസരിച്ച്
നമുക്ക് ഏജ് കൂടുതലുള്ള ഒരു ജാതകമാണ് പരിശോധിക്കുന്നതെങ്കിൽ അവരുടെ ബുധൻ എവിടെയാണോ നിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾക്ക് മാറ്റങ്ങൾ വരിക. ഇതൊക്കെ ഒരു ഗോചരമായിട്ടുള്ള ഒരു ഫലമാണ് നമ്മൾ പറയുന്നത്, ഈ ഒരു വർഷത്തിന്റെ ഫലം. ഇതിൽ കൂടുതൽ ഫലങ്ങൾ നിങ്ങളുടെ ആ ഗ്രഹനില പ്രകാരം നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അത് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഈ തുലാക്കൂറുകാരെ ആയിട്ടുള്ള ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം നല്ല അനുഗ്രഹമാണ്. ഇവിടെ ശനിയും നമുക്ക് നല്ല അനുഗ്രഹമാണ്. 6ലെ ശനീശ്വരൻ നല്ലതാണ്. പാപഗ്രഹങ്ങൾക്ക് 6ാം ഭാവം ഏറ്റവും നല്ലൊരു ഭാവമാണ്. പിന്നെ മീനം രാശി ആയതാണ്, അത് നമ്മുടെ രാശിയിലെ 12ാം ഭാവമാണ്. മീനമാണ് രാശി. അത് കാരണം ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ മാറ്റാൻ പറ്റും. സാമ്പത്തിക സ്ഥിതി വരുമ്പോഴും നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. 9 ഭാഗ്യം കിട്ടുക എന്ന് പറയില്ലേ, പെട്ടെന്നായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കാണ്ട് അവിടെ നിന്നൊരു ധനം വന്നു, നമുക്കൊരു ചിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ചിട്ടി ലഭിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ആ ഭാഗ്യം വരുന്ന ഒരു സമയം. അപ്പം അതുകൊണ്ട് ഈ തുലാത്തിൽ നിൽക്കുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് ഇത്രയും കൂടി നല്ലൊരു സമയമാണ്. പക്ഷെ കന്യയിൽ നിൽക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഏറ്റവും നല്ല ശോഭന ഫലങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് തുലാക്കൂറാണ്. തുലാക്കൂറുകാരിലെ 9ാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം. അപ്പോൾ ഈ വ്യാഴം 9ൽ നിൽക്കുക ഏറ്റവും നല്ലൊരു ഭാവത്തിലാണ് വ്യാഴം. അപ്പോൾ ഇത്രയും നാൾ അഷ്ടമത്തിൽ നിന്ന് ഇപ്പോൾ 9ാം ഭാവത്തിലേക്ക് വന്നു. അപ്പോൾ ആ 9ാം ഭാവത്തിന് ഭാഗ്യഭാവമായിട്ട് നമ്മൾ കരുതുന്നത്. അപ്പം അതിൽ ഒരു നല്ല ഫലങ്ങളാണ് നമുക്ക് ഈ പ്രാവശ്യം ലഭിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ധനങ്ങൾ വരാം. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്കായിരിക്കും അവിടെ സ്ഥാനമാനങ്ങൾ കിട്ടുക. ഇവിടെ ശനിയാണെങ്കിൽ 6ൽ നിൽക്കുന്നുണ്ട്. എത്ര ശത്രുക്കളുണ്ടെങ്കിലും അതിനൊക്കെ ഹനിക്കാൻ കഴിയാൻ പറ്റും. നമ്മളൊന്നും പറയണ്ട, അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹനിക്കും. നമ്മൾ അവർ തന്നെ നമ്മളോട് വന്ന് പറയും. അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എന്തെങ്കിലും തെറ്റായ ധാരണയുണ്ടെങ്കിൽ അതും വന്ന് പറയും. പിന്നെ ഇവിടെ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് 11ൽ കേതു ഉണ്ട്. അപ്പം ഏത് ഗ്രഹങ്ങൾക്കും 11ാം ഭാവം ഇഷ്ടസ്ഥാനമാണ്. അപ്പോൾ 11 എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനം കൂടിയാണ്. അപ്പോൾ ലാഭപരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ലഭിക്കും. പക്ഷെ അതിനെ സംബന്ധിച്ച് ഈ സൂര്യൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് ഗവൺമെൻറ് പരമായിട്ടുള്ള പല ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുകയും വേണം. നമുക്ക് ബാധ്യത തീർക്കാൻ പറ്റും, പക്ഷെ അത് ശ്രദ്ധയോടുകൂടി ചെയ്യണം. എന്ന് വെച്ചാൽ സൂര്യൻ്റെ ക്ഷേത്രമാണ്, സൂര്യൻ രാജാവാണ്. അപ്പോൾ അത് ബാങ്കിങ് മേഖല അല്ലെങ്കിൽ നമ്മൾ ചിട്ടി ഫണ്ട് അതൊക്കെ കിട്ടുന്നതനുസരിച്ച് നമുക്ക് അടയ്ക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. അതാണ് ഈ കേതു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയൊരു ഭാവം. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ്. ഇവരെ കർമ്മവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഏറ്റവും നല്ലതാണ്. ഇവിടെ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ കർമ്മമൊക്കെ വളരെ ചിട്ടയോടുകൂടി നടക്കണം. തുലാരാശിയാണ്. അപ്പോൾ ഈ ചോദ്യ നക്ഷത്രക്കാർ ഒരു തുലാസ് പോലെയാണ്. അവർ ബിസിനസ്സാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നടക്കുക. അപ്പോൾ ആ ബിസിനസ് രാശിയാവുമ്പോൾ എപ്പോഴും ചിട്ടയോടുകൂടി നമ്മൾ ചെയ്യുക. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. മറ്റുള്ള ശത്രുക്കളെ ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, സ്വയമായിട്ട് അവർ ഹനിച്ചോളൂ. അപ്പോൾ അതിന് ശിവൻ്റെ അമ്പലത്തിൽ പോവാം, ശിവക്ഷേത്രത്തിൽ തൃപ്പുക കൊള്ളുക. അത് അത്താഴ പൂജയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ തൃപ്പുക. അത് പോയിട്ട് പ്രാർത്ഥിച്ച് ആ തൃപ്പുക തൊഴുക. പിന്നെ കേതുവിനും രാഹുവിനും നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് നവഗ്രഹ പൂജ ചെയ്യുക. അതാണ് നമുക്കിതിൽ ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് പറയണ്ടു. ഇതിൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഈ ഒരു വർഷം ഏറ്റവും നല്ല സമയമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് ഈ നല്ലൊരു സമയത്തെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ദോഷങ്ങൾക്കൊക്കെ ഏതൊക്കെ പരിഹാരങ്ങളാണോ പറഞ്ഞത് അതൊക്കെ കറക്റ്റാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി നന്നായിട്ട് പരിശോധിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തുലാരാശിയിൽ 3/4 ഭാഗവും ബാക്കിയുള്ള 1/4 ഭാഗം വൃശ്ചികക്കൂറിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ 3/4 ഭാഗവും നിൽക്കുന്ന വിശാഖ നക്ഷത്രക്കാർ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് നല്ല ഭാഗ്യഭാവമാണ്. ഇവിടെ വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട് 9ാം ഭാവത്തിൽ. 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ വരുന്നൊരു ഭാവമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഭാഗ്യങ്ങൾ, നമ്മുടെ സന്താനങ്ങൾക്ക് നല്ലത് വരിക, സന്താനങ്ങൾക്ക് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ നോക്കിയിരുന്ന നല്ലൊരു വിവാഹം വരിക, അതേപോലെ അവർക്കൊരു നല്ല ജോലി കിട്ടുക, അതൊക്കെ കിട്ടുന്നൊരു ഭാവം ആണത്. അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് ശനീശ്വരൻ 6ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ വീട്ടിലോ
അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരോ ഒക്കെ നമുക്ക് ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മ മേഖലയിൽ നമുക്ക് എതിരായിട്ട് നിൽക്കുന്നവർക്ക് ഒരു സ്ഥലം മാറ്റം പോവുക, അവരെയൊക്കെ നമുക്ക് ഹനിച്ച് പോവാന്ന്. അതായത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ അവരൊക്കെ നമ്മളിൽ നിന്നും പിന്മാറി നമുക്കൊരു നല്ലൊരു സമയമായിട്ട് വരുന്നൊരു ടൈമാണ് ഈ ഒരു വർഷം. അപ്പം അത് വളരെയധികം നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി അത് ശ്രദ്ധയോടുകൂടി അത് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഭാഗ്യങ്ങളെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്കൊരു ഭാഗ്യമുള്ള സമയമാണ്. അപ്പോൾ ആ ഭാഗ്യമുള്ള സമയത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഇത്തിരി കൂടി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ലത് വരും എന്ന് ചിന്തിക്കുക. അവിടെ സന്താനങ്ങളുടെ കാര്യത്തിനാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ വീട്ടുകാര്യമാണെങ്കിലും നമ്മൾ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ കൂടി തീരുമാനമൊക്കെ എടുത്ത് നമുക്ക് പുറത്തേക്ക് പോവാം, മറ്റു ക്ഷേത്ര ദർശനം ചെയ്യാം, അല്ല മറ്റുള്ള രാജ്യങ്ങൾ സന്ദർശിക്കാനും ഒക്കെ നല്ലൊരു സമയമാണ്. അപ്പോൾ നമ്മുടെ കർമ്മം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഭാഗ്യാനുഭവങ്ങളിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ആ ഭാഗ്യത്തിൽ മാത്രമല്ലാതെ ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അപ്പം ഇവിടെ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് എപ്പോഴും ബിസിനസ് രാശിയാണല്ലോ അത്. അപ്പോൾ നമ്മൾ കയറ്റിറക്കങ്ങൾ നോക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒതുക്കി നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളർത്താനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ 11ാം ഭാവത്തിലൂടെ കേതു വന്നിട്ടുണ്ട്. ആ കേതു നിങ്ങൾക്ക് നല്ലതാണ്. വൃശ്ചികക്കൂറിലുള്ളവർക്കല്ല, തുലാക്കൂറിലുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് നല്ലതാണ്, ലാഭസ്ഥാനാണത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവാം. പിന്നെ ഇവിടെ സന്താനഭാവം ഞാൻ നേരത്തെ പറഞ്ഞു നല്ലതാണെന്ന്. അതേപോലെ തന്നെ രാഹു ഉണ്ട്. അപ്പോൾ രോഗാവസ്ഥകളൊക്കെ സന്താനങ്ങൾക്ക് വരികയാണെങ്കിൽ തന്നെ നല്ല ഡോക്ടർമാർ 1, 2, 3 ഡോക്ടർമാരെയൊക്കെ നമുക്ക് സജഷൻ എടുത്തിട്ട് വേണം മറ്റുള്ളവർക്ക് പോകാൻ. കുട്ടികൾക്കൊന്നും സംഭവിക്കാനൊന്നും ഇവിടെ ഒരു വിഷയവുമില്ല. എന്ന് വെച്ചാൽ ആ രാഹുവിൻ്റെ ഭാവത്തിലേക്ക് വ്യാഴൻ്റെ ദൃഷ്ടിയും കൂടി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ വൃശ്ചികത്തിൻ്റെ 3/4 ഭാഗമുള്ള തുലാക്കൂറുകാർക്ക് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ 1/4 ഭാഗം നമുക്ക് വൃശ്ചിക രാശിയിലാണ്. തുലാക്കൂറുകാർ 3/4 വൃശ്ചിക രാശിയിൽ 1/4 ഭാഗവുമാണ് വരുന്നത്. അപ്പോൾ ഈ 1/4 ഭാഗമുള്ളവർക്ക് അഷ്ടമത്തിലേക്ക് വ്യാഴം മറഞ്ഞു. ഇത്ര നാളെ അവർക്ക് 7-ലായിരുന്നു, ഇപ്പോൾ അഷ്ടമത്തിലേക്ക് പോയി. അപ്പോൾ അഷ്ടമത്തിൽ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചോദിക്കുമ്പോഴേക്കും കിട്ടും, പക്ഷെ അത് കടമായിട്ട് വരും. അപ്പോൾ ആ കട ബാധ്യതകളിലൂടെ നമ്മൾ ജീവിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, നല്ലപോലെ പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്ത് ചോദിച്ചാലും എവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അഷ്ടമാധിപതിയായിരിക്കുന്ന വ്യാഴം നമ്മുടെ 2ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കടമായിട്ട് കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഈ ഒരു വർഷം മുഴുവൻ നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നും കടം മേടിച്ച് ബാധ്യതകൾ കൂട്ടില്ലല്ലോ. അപ്പോൾ അതല്ലാതെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക. ഇവിടെ 5ാം ഭാവത്തിൽ ശനിയുണ്ട്. 5-ൽ ശനി വരുമ്പോൾ എപ്പോഴും കണക്കുകൾ മാറ്റി മാറ്റി കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നിങ്ങൾ വരുന്നുണ്ടെങ്കിലും ബാധ്യതകളില്ലാതെ മുന്നോട്ട് പോവുക. ഇവിടെ അതാണ്. പിന്നെ കുട്ടികളുടെ ഭാവമാണ് 5ാം ഭാവം. ഇവർക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വളരെ ശ്രദ്ധിക്കുക. പുറത്തേക്ക് പോകേണ്ട കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, കടൽ കടന്ന് പോകാനായിട്ട് സാധിക്കുന്നൊരു സമയം തന്നെയാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് വ്യാഴം അവിടെ ഞാൻ പറഞ്ഞു നേരത്തെ, വ്യാഴം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതാണ് ഈ വൃശ്ചികക്കൂറിൽ ഉണ്ടാകുന്ന വിശാഖ നക്ഷത്രക്കാർക്ക്. പക്ഷേ തുലാക്കൂറിൽ ഉണ്ടാകുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് ഇത്രയും കൂടി നല്ലൊരു സമയമാണ്. അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ഈ വിശാഖ നക്ഷത്രക്കാർ ഈ ഒരു വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനിഴ നക്ഷത്രം വൃശ്ചിക രാശിക്കൂറാണ്. അവരും അഷ്ടമത്തിലാണ് വ്യാഴം. 5ാം ഭാവത്തിൽ നമുക്ക് ശനീശ്വരം വന്നു. അപ്പം മനോബലമൊക്കെ കൂട്ടുകയാണ് ഇവർ. ഇപ്പോൾ ഒരാൾ പൈസ ചോദിക്കുമ്പോഴേക്കും അവർക്ക് കിട്ടും. അപ്പോൾ അവർ വിചാരിക്കും എനിക്ക് പൈസ കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ആ പൈസ നമുക്ക് കടമായിട്ട് ധാരാളം കിട്ടുന്ന ഒരു സമയമാണ് അഷ്ടമത്തിലെ വ്യാഴം. അത് 2ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് നമുക്ക് പൈസ വരും. പക്ഷെ അത് കടം മേടിക്കാതെ നമ്മുടെ ജോലിയിലൂടെ തന്നെ, കർമ്മത്തിലൂടെ തന്നെ സമ്പാദിക്കാനായിട്ട് നോക്കണം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8, 9, 10ാം ഭാവത്തിൽ കേതു നിൽക്കുകയാണ്, ഗണ്ഡകനാണ്. അപ്പോൾ എപ്പോഴും കർമ്മത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് ആ കർമ്മത്തേക്ക് ഞാൻ പോവില്ല, അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതേപോലെ മേലുദ്യോഗസ്ഥന്മാരെ കയ്യിൽ നിന്ന് നമുക്ക് ധാരാളം ചീത്ത കേൾക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ അവിടേക്ക് പോവില്ല, ആ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോകുന്നില്ല, അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഈ ഒരു ദോഷം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി
വിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, സഹസ്രനാമം ജപിക്കുക. പിന്നെ ഇത് ചൊവ്വയുടെ ക്ഷേത്രം ആയതുകൊണ്ട് ദേവി മാഹാത്മ്യം ഉണ്ടല്ലോ, ആ ദേവി മാഹാത്മ്യത്തിലെ 11-ാമത്തെ അധ്യായം ഒരു നെയ്വിളക്കൊക്കെ വെച്ച് 41 ദിവസം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രതിസന്ധിയും നമുക്ക് കരകയറാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാതെ ഞാനായിട്ട് പറയുന്നതല്ല. അപ്പോൾ ഇവിടെ ആ ഒരു ദേവി മാഹാത്മ്യ പുസ്തകത്തിലെ 11-ാമത്തെ അധ്യായം നന്നായിട്ട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ സഹസ്രനാമമാണ് നിങ്ങൾ ജപിക്കാറുള്ളതെങ്കിൽ അത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് കൃത്യമായിട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഡെയിലി ചൊല്ലുന്നവരാണെങ്കിൽ രാവിലെ ആണെങ്കിൽ രാവിലെ കറക്റ്റ് ആക്കുക. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ചൊവ്വാഴ്ച മാത്രമാണ് ജപിക്കാൻ നേരമുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമാക്കുക. അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ എനിക്ക് കിട്ടുന്ന സമയത്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളും അതുപോലെയായിരിക്കും എന്നാണ് പറയുക. അപ്പോൾ ഈ ദേവീക്ഷേത്രത്തിൽ നന്നായിട്ട് പോവാ, പ്രാർത്ഥിക്കുക, വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക. ഇതാണ് അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയേണ്ടത്. ഈ സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല പുരോഗതി ഉണ്ട്. നിങ്ങൾ കർമ്മത്തിലൂടെ പുരോഗതി ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവിടെ കർമ്മത്തിൽ ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളെ മാറ്റാനാണ് നമ്മൾ ദേവി മാഹാത്മ്യമോ ലളിതാ സഹസ്രനാമോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ സ്തോത്രം ഏതാണോ നിങ്ങൾ ജപിക്കുന്നത് വെച്ചാൽ അത് കൃത്യമായിരിക്കണം. അത് അനുഷ്ഠാനം പോലെ നമ്മൾ കൃത്യമായി ഭജിച്ചാൽ നിങ്ങളുടെ ഈ ദോഷങ്ങളെ മാറ്റി നമുക്ക് മുന്നോട്ട് ഏറ്റവും നന്നായിട്ട് പോകാനായിട്ട് പറ്റും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നമുക്ക് ഓരോ സ്ട്രഗിൾ തരുന്നോ അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു നന്മയുണ്ടായിരിക്കും. അപ്പോൾ കർമ്മത്തിൽ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഒരു സ്ഥലം മാറ്റം കിട്ടി, നമ്മൾ അവിടേക്ക് പോവാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരിക്കും വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ. പക്ഷെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ശോഭന ഫലങ്ങളായിരിക്കും അവിടെ കാത്തിരിക്കുന്നുണ്ടാവുക. അങ്ങനെ മുന്നിലൊരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാനാണെങ്കിൽ നമുക്ക് അനിഴ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യങ്ങളും. കുട്ടികളാണെങ്കിൽ വിദേശത്തേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് അയ്യോ ഞങ്ങൾ സ്ഥലം മാറി എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. ആ ടെൻഷനൊക്കെ മാറ്റി അവിടെ ചെന്ന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് മനസ്സിലാക്കി അതൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് ഇവിടെ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നന്നായിട്ട് പ്രാർത്ഥന വേണം. ഇവിടെ അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ രോഗാവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ തൊണ്ട വേദന അല്ലെങ്കിൽ തൊണ്ട സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ അങ്ങനെയൊക്കെ വരും, മുഖ രോഗങ്ങൾ അങ്ങനെയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയും അതൊന്നും വരാതിരിക്കാനും വേണ്ടിയാണ് സഹസ്രനാമം ചൊല്ലാനും അനുഷ്ഠാനം പോലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ പറയുന്നത്. ഒരു കൃത്യനിഷ്ഠത ഉണ്ടാക്കുക, നമ്മളുടെ പ്രാർത്ഥനകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അറിഞ്ഞ് ജപിക്കുക. സഹസ്രനാമൊക്കെ ആണെങ്കിൽ അതിൻ്റെ വാക്കുകളുടെ അർത്ഥങ്ങളും മൂല്യങ്ങളും അറിഞ്ഞ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ നമുക്ക് പറ്റും. ഒരു സഹസ്രനാമം പഠിക്കാൻ അധികം സമയം വേണ്ട. ഒരു 3 മാസമൊക്കെ നമ്മൾ കൃത്യമായിട്ട് അത് ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം നമുക്ക് പറയാനുള്ളത്. തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും നന്നായിട്ട് പറ്റുന്ന ഒരു സമയമാണ്. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രം വൃശ്ചിക രാശിയിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. ആ വൃശ്ചികക്കൂറിൽ പെടുമ്പോൾ ഇവർക്കും വ്യാഴം മറഞ്ഞ ഒരു സമയമാണ്. അഷ്ടമത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. ഇത് ശനീശ്വരനാണെങ്കിൽ 5-ാം ഭാവത്തിലുമാണ്. അപ്പോൾ ഇവർ കർമ്മസംബന്ധമായിട്ട് കർമ്മത്തിലാണ് ഇവർക്ക് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. കർമ്മത്തിൽ കേതു ആണ്, ആ സൂര്യൻ്റെ രാശിയിലാണ്. സൂര്യനാണെങ്കിൽ ഗവൺമെൻറ്റും ബാങ്ക് അങ്ങനെയുള്ള കുറേ രാശികളായിട്ട് ബന്ധമുള്ളതാണ്. അപ്പം അവിടെ നിന്നിപ്പോൾ ലോണോ അല്ലെങ്കിൽ ചിട്ടികളോ അങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ ചോദിക്കുക എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരിലൂടെ വരുന്ന പ്രതിസന്ധികൾ നമുക്ക് ധാരാളം ഉണ്ടാവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വേറൊരു കടം മേടിച്ചു അതിലേക്ക് മറിക്കാനൊക്കെ ഈ വ്യാഴം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ കടം മേടിച്ച് സഹായിക്കാതെ കർമ്മത്തിൽ തന്നെ പ്രതിസന്ധികൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ മറികടന്ന് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അതാണ് നമുക്കിവിടെ ആവശ്യം. കടം മേടിച്ചിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അതിനും ഭേദം നമുക്കിവിടെ കർമ്മത്തിലുണ്ടാവുന്ന കേതുവിൻ്റെ ബന്ധം അതെന്താണെന്ന് മനസ്സിലാക്കി നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോവാം, അതിന് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് നമുക്കിവിടെ ഉള്ളത്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് രോഗങ്ങളെ ഉണ്ടാക്കും. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ചോദിക്കുമ്പോൾ കിട്ടും, നമുക്ക് രോഗാവസ്ഥകളോ വല്ലതൊക്കെ വന്നാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു വർഷത്തിൽ നമുക്ക് വളരെ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. വിഷ്ണു സഹസ്രനാമം ചൊല്ലുക,
കുട്ടികളാണെങ്കിലും അങ്ങനെയാണ്. ഇവർക്ക് വിദേശത്തേക്കോ അല്ലെങ്കിൽ വേണ്ട പഠിക്കാൻ തന്നെയായിട്ടോ ഇവിടെ ഒരു എക്സാം എഴുതാനൊക്കെ ആയിട്ട് ആദ്യം ടഫായിട്ട് നമുക്ക് അനുഭവപ്പെടും. പക്ഷെ ഒരു ടഫോ ഇല്ലാതെ നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ച് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് കേതുവിനും രാഹുവിനൊക്കെ പട്ടും പൂജയൊക്കെ കൊടുക്കുക. ഗണപതിയുടെ സ്വസ്ത്രങ്ങൾ നന്നായിട്ട് ജപിക്കുക, ഗണപതിക്ക് മുട്ടിറക്കുക. പിന്നെ ഇതേപോലെ ഏതാണോ നിങ്ങളുടെ ഉപാസനാമൂർത്തി ആ ഉപാസനാമൂർത്തിനെ കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുക. എപ്പോഴും അതാണ് നമ്മുടെ ദേവി മാഹാത്മ്യവും സഹസ്രനാമത്തിലും ഒക്കെ പറയുന്നത്. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്തു പോവാം. അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും. നമുക്കതാണ് നമുക്കറിയാത്തത്. നമ്മൾ ഇന്നിപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവും, നാളെ ശിവൻ്റെ അമ്പലത്തിൽ പോവും, അങ്ങനെയല്ലാതെ നമ്മൾ ഏതാണോ നമുക്ക് ഏറ്റവും ദോഷമായിട്ട് നിൽക്കുന്ന സമയം, ഇപ്പോൾ വ്യാഴാണ് ദോഷം, ശനിയെ നമുക്ക് 5-ലുണ്ട്. അപ്പോൾ ചൊവ്വയുടെ തൃക്കേട്ട നക്ഷത്രമാണ്, ചൊവ്വയുടെയും കൂടി നക്ഷത്രമാണ്, ചൊവ്വയുടെ രാശിയിലാണ്. അപ്പം അത് മനസ്സിലാക്കി ദേവീനാണെങ്കിൽ ദേവീനെ നന്നായിട്ട് ഭജിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇടയ്ക്ക് എന്തെങ്കിലും വല്ല ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു തേങ്ങ എടുത്ത് മുട്ടിറക്കി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങൾ വരാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, വ്യാഴം അഷ്ടമത്തിലാണ്. നമ്മൾ ചോദിക്കുമ്പോഴേക്കും നമുക്ക് പൈസയുടെ കാര്യങ്ങൾക്ക് അവിടെ തിരിമറികൾക്ക് പൈസ വരും. അതൊരു സാമ്പത്തികമായിട്ടുള്ള ദോഷങ്ങൾക്ക് അനുഭവത്തിൽ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മ മേഖലയിൽ വരുന്ന ദോഷങ്ങളുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ദോഷങ്ങളെ മാറും ചെയ്യും. നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി കൂടുതലാവും കിട്ടുകയും ചെയ്യും. ഇതാണ് നമുക്കിവിടെ പറയാനുള്ളത്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവോ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ ആവുമ്പോൾ അവിടെ വ്യാഴം അഷ്ടമത്തിൽ വരുമ്പോൾ ഇരിക്കുന്ന സ്വർണമോ അല്ലെങ്കിൽ നമുക്ക് വേറെ അർത്ഥങ്ങൾ, ബാങ്ക് ഡെപ്പോസിറ്റ് അങ്ങനെയൊക്കെയുള്ളതൊക്കെ പെട്ടെന്ന് നമുക്ക് പോകാനായിട്ടുള്ളൊരു സാധ്യതയാണ്. അവിടെ കർമ്മമാണ് ശ്രദ്ധിക്കേണ്ടത്. കർമ്മത്തിൽ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇതിനൊക്കെ പരിഹാരങ്ങളും ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ ഗ്രഹനില കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഏജിനനുസരിച്ച് നിങ്ങളുടെ ദശാകാലം മാറും. ഇതൊക്കെ ഒരു ഗോചരാവസ്ഥ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ദശാകാലം എന്താണെങ്കിൽ അതൊക്കെ മാറും. അതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് ഈ ഒരു വർഷം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മൂലനക്ഷത്രം ധനുക്കൂറുകാരാണ്. മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം നമുക്ക് 7-ാം ഭാവത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പോൾ 7-ൽ വ്യാഴം നിൽക്കുമ്പോൾ ഏറ്റവും നല്ല സമയമാണ്. നിവൃത്തി സ്ഥാനമാണല്ലോ, എന്ത് കാര്യത്തിനും ഒരു അനുഗ്രഹ സ്ഥാനമാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ 3-ൽ രാഹു ഉണ്ട്. 3-ൽ രാഹു നല്ലതാണ്, 11-ലെ രാഹു നല്ലതാണ്. ഗോചരാവസ്ഥയിൽ വരുമ്പോൾ 11-ലെ രാഹു നല്ലതാണ്, 3-ലെ രാഹു നല്ലതാണ്. പിന്നെ ഇവിടെ ശനിയാണ് 4-ലുള്ളത്. ശനി 4-ാം ഭാവം നമ്മുടെ വ്യാഴക്ഷേത്രം ആയതുകൊണ്ട് ആ ക്ഷേത്രത്തിലെ അധിപതി വ്യാഴം 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും നമുക്കൊരു നല്ലൊരു സമയമാണ്. അപ്പോൾ ശനീശ്വരനെ നിങ്ങൾക്ക് ഇവിടെ പേടിക്കേണ്ടതില്ല. ശനിയെ നമുക്ക് അത്രയും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു പ്രശ്നങ്ങൾ നമുക്ക് തന്നെ സോൾവ് ആക്കാൻ പറ്റാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ശനി 4-ൽ നിൽക്കുമ്പോൾ കണ്ടകനാണ് എങ്കിലും ഈ കണ്ടകന് അത്ര ദോഷത്തെ ഈ മൂലനക്ഷത്രക്കാർക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാഹു ആണുള്ളത് 3-ൽ. അത് നല്ലതാണ്. സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു വർഷം നമുക്ക് മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേതു 9-ൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം അത് ഭാഗ്യത്തെ കുറയ്ക്കുന്നു. 9-ാം ഭാവത്തിൽ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കേതു വരുമ്പോൾ അത് ഭാഗ്യത്തെ കുറയ്ക്കുകയാണ് നമുക്ക് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമുക്ക് അനുഗ്രഹ സ്ഥാനം വന്നെങ്കിലും ചില കാര്യങ്ങൾക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു ബാങ്കിൻ്റെ വല്ല ലോണോ അല്ലെങ്കിൽ വല്ല നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ അതിനു വേണ്ടി നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളായിരിക്കും ഏറ്റവും ലാസ്റ്റ് വരിക. നമ്മുടെ കയ്യിൽ അങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങനത്തെ കുറേ പ്രതിസന്ധികൾ ഈ ഒരു സമയത്ത് വരും. നമ്മുടെ ഈ 9-ാം ഭാവത്തിലല്ലേ, അതും ആ ഭാഗ്യത്തിലും അല്ലേ. പിന്നെ ഇവരെ സംബന്ധിച്ച് രോഗാവസ്ഥകൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഈ കേതു ചിങ്ങത്തിൽ ഈ ഒരു വർഷക്കാലം നിൽക്കുന്നത് കൊണ്ട് മിക്ക രാശിക്കാർക്കും നമുക്ക് കേതു വരും. ഇവിടെ രോഗസംബന്ധമായ ദുരിതങ്ങൾ, ഉദരസംബന്ധമായ രോഗങ്ങൾ അങ്ങനെയൊക്കെ വരും നമുക്ക്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ 4-ാം ഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളെ ഉണ്ടാക്കണം. ശനി 4-ലല്ലേ, അതുകൊണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വ്യാഴം നല്ല പോലെ സർവ്വ ഈശ്വരകാരകത്വം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്
നിങ്ങൾക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമാണ്. കുട്ടികളുടെ കാര്യമായാലും എക്സാമിൻ്റെ കാര്യമാണെങ്കിലും മറ്റ് മേഖലയിൽ ഇപ്പോൾ തുണികൾ കുറേ സ്ത്രീകൾ തുണികളായിട്ടുള്ള പ്രവർത്തനമാണെങ്കിലും ഈ വ്യാഴം നിങ്ങൾക്ക് നല്ല അനുകൂലാവസ്ഥയെ നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം നമുക്ക് പറയാനുള്ളത്. പിന്നെ പുറത്തേക്ക് പോകുന്ന കുട്ടികൾ ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവരുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഭാഗ്യത്തെ കുറച്ച് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ സൂക്ഷിക്കുക. എന്താണെന്ന് വെച്ചാൽ കുറേ പൈസ ഇട്ടിട്ട് അവർ ലേഗ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കുന്നുണ്ട് ഈ കേതു. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. പൈസ കുറച്ച് കൊടുത്ത് നമുക്ക് കറക്റ്റ് ടൈമിങ് വരുമ്പോൾ നിറയെ പൈസ കൊടുത്ത് പോകാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ മൂല നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് പോകാൻ പറ്റും. വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പോയി ഭജിക്കുക, ശിവനെ നന്നായിട്ട് ആരാധിക്കുക. അതുപോലെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് എള്ളുതിരി കൊടുക്കുക, നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിനും കേതുവിനും പട്ടും പൂജയും എടുത്തു വയ്ക്കുക. അത് മാസത്തിലൊരിക്കൽ. ഈ ഒരു വർഷം അതൊക്കെ നോക്കിയാൽ നമ്മുടെ മറ്റുള്ള ദുരിതങ്ങളൊക്കെ ഒന്ന് മാറി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. പോരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ 7ാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പോൾ 7ാം ഭാവത്തിൽ വ്യാഴം ഏറ്റവും നല്ലൊരു സമയമാണ്. 3-ലെ രാഹുവും നല്ലതാണ്. 3-ലെ രാഹു നമുക്ക് അറിയാതെ പൈസകൾ എവിടെന്നെങ്കിലും എത്തിക്കുക, നമ്മൾ പ്രതീക്ഷിക്കാതെ ചിട്ടി കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് കർമ്മത്തെ നോക്കണം. എന്നുവെച്ചാൽ 7ാം ഭാവം ബുധൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അത് കർമാധിപതി കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കണക്ക് കൂട്ടി ആ കിട്ടുന്ന ധനത്തെ ഉപയോഗിച്ച് വെക്കണം. അതാണ് ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. പിന്നെ ഈ ബാങ്കിങ് മേഖല അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ കണക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് വെക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 4-ൽ ശനി നിൽക്കുമ്പോൾ ഇടയ്ക്കെങ്ങാനും ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ വേറെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ കണക്കുകൾ കറക്റ്റായിരിക്കണം. ഇവിടെ 9-ലെ ആ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഖണ്ഡനങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കണക്ക് കാര്യവുമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവർ വളരെ കെയർഫുൾ ആയിരിക്കണം. ഭാവമൊക്കെ നല്ലതാണ് എങ്കിലും സാമ്പത്തികമായിട്ടുള്ള തിരിമറികൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തിക സ്ഥിതി നമുക്ക് നല്ല ഉയർന്ന സ്ഥിതിയിലേക്ക് വരുമെങ്കിലും നമുക്കിവിടെ കേതുവിനെ ഒന്ന് പേടിക്കണം, ഭാഗ്യത്തിൽ നിൽക്കുന്ന കേതുവിനെ. അപ്പം അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അപ്പം അത് കൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്, വിവാഹ കാര്യങ്ങൾക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ധനം കൂടുതലായിട്ട് നമുക്ക് പണച്ചെലവുകൾ വരിക. സ്വർണം 7ാം ഭാവമല്ലേ, നിവർത്തിക്കല്ലേ, അങ്ങനെയൊക്കെയുള്ളത് വരും. പിന്നെ ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും 7-ലെ വ്യാഴം. പക്ഷെ ഇവിടെ 4-ൽ ശനിയുണ്ട്. അപ്പോൾ സാമ്പത്തികമായ തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തറവാട്ട് സ്വത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ അതിലൊക്കെ നിങ്ങൾ പോയി വളരെ കെയർഫുള്ളായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് തന്നെ അനുകൂലമായിട്ടുള്ളൊരവസ്ഥ വരാനായിട്ട് പോരാട നക്ഷത്രക്കാർക്ക് സാധിക്കും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സാമ്പത്തികമായിട്ടുള്ള അവരുടെ കർമ്മ മേഖലയിൽ ഇപ്പോൾ ഇതിൽ എന്താ പറയുക, മാർക്കറ്റിങ്ങിന് പോകുന്നവർ, അവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു സമയം വരുന്നത്. അപ്പം അതൊക്കെ വളരെ കെയർ ചെയ്ത് നോക്കുക. ഈ ഒരു നല്ല സമയം എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം. ഇവിടെ വിഷ്ണുവിൻ്റെ ക്ഷേത്രം തന്നെയാണ് പോരാട നക്ഷത്രക്കാർക്കും. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, നല്ലപടിയെ പ്രാർത്ഥിക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പിൻവിളക്ക്, മുൻവിളക്ക്, ധാര എന്നിവ കൊടുക്കുക. ഉത്രാടം കാൽഭാഗമാണ് നമുക്ക് ധനുക്കൂറിലുള്ളത്. അപ്പോൾ കാൽഭാഗം ഉത്രാടം ധനുവിലും മകരക്കൂറിൽ 3/4 ഭാഗവും നമുക്കുണ്ട്. അപ്പോൾ ഇതെന്നെ സംബന്ധിച്ച് ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ധനുക്കൂറിലുള്ളവർക്ക് 7ാം ഭാവത്തിൽ വ്യാഴം വന്നു. അതൊരു നല്ലൊരു രാശിയാണ്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് 4-ൽ ശനീശ്വരം വന്നു. അപ്പോൾ ഇവരുടെ കണ്ടകശനിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇവർക്ക് 4ാം ഭാവത്തിലേക്ക് വീണ്ടും ശനീശ്വരം വരികയാണ്. അപ്പം പക്ഷേ മകരക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനി ആയിരുന്നു ഇത്ര 7.5 വർഷം. അത് കഴിഞ്ഞ് ശനീശ്വരൻ 3-ലാണ് വന്ന് നിൽക്കുന്നത്. ശനി 3-ൽ വന്ന് നിൽക്കുന്നത് മുടി വെച്ച് വാഴുന്ന പറയാം. എന്തൊരു സ്ഥലത്ത് പോയാലും നമുക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കും. ഏറ്റവും നല്ല രാശിയാണ്. പിന്നെ 2ാം ഭാവത്തിൽ രാഹു ഉണ്ട്. അപ്പം ശനിയുടെ അതേ ഫലം തന്നെയാണ് രാഹുവും തരുന്നത്, ഏറ്റവും നല്ലതായിട്ട് തരുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകൾ അവിടെ ശ്രദ്ധിക്കണം.
നമ്മൾ മാറ്റി മറിച്ചൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ അവിടെയാണ് ഈ മകരക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടത്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 7 വ്യാഴമുണ്ട്, 4 ഭാവത്തിൽ ശനിയുണ്ട്. കുടുംബത്തിലെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുക. പിന്നെ ഭാഗ്യസ്ഥാനത്ത് ഇവിടെ കേതു വരുന്നു. നല്ല നല്ല ജോലി സംബന്ധമായിട്ട് കയറ്റങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഉയർന്ന സ്ഥലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഭാഗ്യക്കേട് ഇവിടെ കേതു ഉണ്ട്. ഒരു വട്ടം ട്രൈ ചെയ്തു, പിന്നെയും ട്രൈ ചെയ്തു, കിട്ടാതെ ആകുമ്പോൾ നിങ്ങൾ പിന്മാറാതെ ഈ കേതുവിനെ സംബന്ധിച്ചുള്ള പരിഹാരങ്ങളോ അല്ലെങ്കിൽ കേതുവിൻ്റെ ഒരു സ്വസ്ത്രം ജപിക്കുക. നവഗ്രഹങ്ങൾക്ക് സ്വസ്ത്രങ്ങളൊക്കെ കുറേ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ കേതുവിൻ്റെ സ്വസ്ത്രം ജപിക്കുക നന്നായിട്ട്, എന്നും ജപിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗക്കാർ കേതുവിന് നല്ലപോലെ സ്വസ്ത്രം ജപിക്കുക. വിഷ്ണു ക്ഷേത്രം, വിഷ്ണുവായിട്ട് ബന്ധം നല്ല പോലെ ഉണ്ട് നിങ്ങൾക്ക്, വ്യാഴം നല്ല അനുഗ്രഹ സ്ഥാനത്തുള്ളത് കൊണ്ട്. പിന്നെ ശിവക്ഷേത്രത്തിൽ പോവാം. പക്ഷെ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ വ്യത്യസ്തമാണ് വരുന്നത്. മകരക്കൂറുകാരെ സംബന്ധിച്ച് 3ലേക്ക് ശനി വന്നു. നിങ്ങൾക്ക് ശനിയുടെ ഒരു ദോഷവുമില്ല, നല്ലൊരു സമയമാണ്. പക്ഷെ ഇവിടെ വ്യാഴം നമുക്ക് പോയി നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം വേഗം വീട്ടുക എന്നുള്ള ലക്ഷ്യം നമുക്ക് മനസ്സിൽ വേണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6ലാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കർമ്മം ഇത്തിരി കുറയാം, കൂടാം, അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ 6ൽ നിൽക്കുന്ന വ്യാഴത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. സഹസ്രനാമം നന്നായിട്ട് ചൊല്ലുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, കദളിപ്പഴം നേദിക്കുക, ഭഗവാന് കദളിപ്പഴം നന്നായിട്ട് നേദിക്കുക, അത് വാങ്ങി നമ്മൾ കഴിക്കുക. അപ്പം നമ്മുടെ വാക്കുകളിലൂടെ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ നമുക്ക് മാറിക്കിട്ടും. മകരക്കൂറുകാർക്ക് അവിടെ ആ രാഹു നിൽക്കുന്ന ഭാവം 2ലായതുകൊണ്ട് നമ്മുടെ വാക്കുകളിലൂടെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതാണ് അവിടുത്തെ വിഷയം. ഇവിടെ അഷ്ടമത്തിലാണ് ഇവർക്ക് കേതു. അഷ്ടമ ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദരമായ ഭാവമാണ്. ഈ രാശി സ്വരൂപത്തിൻ്റെ ഉദരത്തിലാണ്. അപ്പോൾ ഉദരത്തിൽ ഉണ്ടാവുന്ന രോഗങ്ങളെ ഉണ്ടാക്കാം. സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഏറ്റവും നല്ല സാമ്പത്തിക ഭാവങ്ങളൊക്കെ വരും, കർമ്മത്തിൽ ഏറ്റവും നല്ല ഭാവം വരുമെങ്കിലും ഇവിടെ ആ രോഗാവസ്ഥ നമുക്ക് വരുന്നുണ്ട്. വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തും വേണം. അപ്പോൾ വ്യാഴനെയാണ് നമ്മൾ നന്നായിട്ട് പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ രോഗാവസ്ഥകളൊക്കെ ഇത്തിരി കുറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ രാഹു ഉണ്ട് 2ൽ. രാഹു വരുമ്പോൾ ധനപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് നമ്മൾ ധനത്തിന് ഇത്ര കൂടുതൽ വന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, കുറവ് വരുമ്പോഴും ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വരുമ്പോൾ അതിനെ ഒരു ചിട്ടവട്ടത്തോടു കൂടി നമ്മുടെ ബാധ്യതകളെ തീർക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. 7.5 വർഷത്തെ ശനിയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് 3ലേക്കാണ് ശനീശ്വരൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത്രയും ബാധ്യതകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റാനൊക്കെ നമുക്ക് അത് മാത്രം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ മകരക്കൂറുകാരെ, ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഗാവസ്ഥകളുണ്ട്, അത് വളരെ ശ്രദ്ധിക്കണം. കുട്ടികൾക്കാണെങ്കിലും വാഹനാദികൾ പോവുക, അങ്ങനെയൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാലി സംബന്ധമായ രോഗം, ഉദര സംബന്ധ രോഗങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം സ്ത്രീകൾക്കായാലും വലിയവർക്കായാലും കുടുംബത്തിൽ വാക്കുകളൊക്കെ വളരെയധികം സൂക്ഷിച്ച് പെരുമാറുക. അതാണ് ധനുവിലുള്ള ഉത്രാടത്തിൻ്റെയും മകരത്തിലുള്ള ഉത്രാട നക്ഷത്രക്കാരുടെയും ഈ ഒരു വർഷത്തെ ഫലം. അപ്പോൾ വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മകരക്കൂറുകാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലമാണ്. അതേപോലെ ഉത്രാട നക്ഷത്രത്തിൻ്റെ ധനു കൂറുകാർക്കും നല്ലൊരു സമയം തന്നെയാണ്. വ്യാഴത്തിനെ നന്നായിട്ട് പ്രീതിപ്പെടുത്താം, വിഷ്ണു സഹസ്രനാമം നന്നായിട്ട് ജപിക്കാം, ഭാഗവത സപ്താഹങ്ങളിൽ പോവാം, ഓം നമ ശിവ ഓം നമോ ഭഗവതേ അത് നന്നായിട്ട് ഇരിക്കുക. പിന്നെ ഓം നമോ നാരായണ നന്നായിട്ട് ഇരിക്കുക. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മാറ്റങ്ങൾ വരാനായിട്ട് ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വർഷം പറ്റുന്നതാണ്. അപ്പോൾ വിദേശത്തേക്ക് പോകുന്ന കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഗണപതിക്ക് ഒരു തേങ്ങ ഉടയ്ക്കുക. അതുപോലെ അമ്മമാരാണെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വേല് വഴിപാടുണ്ട്. മക്കളുടേതായിട്ടുള്ള ദോഷങ്ങൾ, അവർക്ക് തടസ്സങ്ങൾ, വിവാഹം കഴിച്ച് പോകുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരികയാണെങ്കിൽ വേലൊക്കെ വഴിപാട് ചെയ്യാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം നന്നായിട്ടുള്ള വഴിയിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മകരക്കൂറാണ്. അവർക്ക് 3ലേക്ക് ശനീശ്വരൻ വരുന്നു. അവർ 7.5 ശനിയൊക്കെ കഴിഞ്ഞു. ശനി നിൽക്കുന്ന ഭാവം 3ാം ഭാവത്തിലാണ്. പിന്നെ വ്യാഴമാണ് ദോഷത്തിൽ നിൽക്കുന്നത്, അത് 6ാം ഭാവത്തിലായിപ്പോയി. അപ്പോൾ 6ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളെ ധാരാളം ഉണ്ടാക്കും.
അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6-ാം ഭാവത്തിലേക്ക് കഷ്ടതകൾ ധാരാളം വരിക, പിന്നെ സാമ്പത്തികമായ ഭാവങ്ങൾക്ക് നമുക്ക് ഉയർച്ച ഇല്ലാതെ വരുന്ന എന്നൊക്കെയാണ് നമുക്ക് തോന്നുക. പക്ഷെ സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ചകൾ ഉണ്ട്. അവിടെ ആ 3-ലെ ശനി നമുക്ക് നല്ലതായിട്ട് തരും. അത് കർമ്മത്തിൽ വളരെയധികം നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തിക പുരോഗതിയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ വ്യാഴത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? കിട്ടുന്ന ധനം നമ്മൾക്ക് ഒരു സേവിങ് ഉണ്ടാവാനോ അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതകൾ തീർക്കാനോ ഉപകരിക്കണം. അല്ലാതെ പെട്ടെന്ന് എടുത്തു ചാടി വേറെ ഒന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, പുതിയ ബിസിനസ് തുടങ്ങാൻ ഒക്കെ പറ്റൂട്ടാ. ഒക്കെ നല്ലൊരു സമയം തന്നെയാണ്. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള തിരിമറികൾ ചെയ്യുമ്പോൾ വളരെ കെയർ ചെയ്യുക. ചെയ്യരുതെന്നല്ല പറയുന്നത്, കെയർ ചെയ്യുക. നമ്മൾ ഒരു കുറേ അധികം ഇടുന്നതും കുറച്ചിട്ടിട്ടും നമ്മൾ നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു കാലം ആണ് ഈ ഒരു സമയം. ഇപ്പൊ തിരുവോണ നക്ഷത്രക്കാർ പൊതുവെ ഒരു നല്ല സമയം തന്നെയാണ്. പിന്നെ അഷ്ടമത്തിൽ കേതുവുണ്ട്. അഷ്ടമത്തിലെ കേതുവാണ് പിന്നെ രോഗാവസ്ഥകളെ ഉണ്ടാക്കുന്നത്. നമ്മുടെ വാക്കുകൾ നമ്മൾ തിരിച്ചു മറച്ചും ഒക്കെ ഓരോന്നൊക്കെ പറയും. ആ തിരിച്ചു മറച്ചു വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു ഏജുകൾക്ക് വ്യത്യസ്തമായ ദശാകാലങ്ങളാണ് വരിക. അപ്പോൾ ആ ദശാകാലം രാഹു ചെറിയ പ്രായത്തിലാണെങ്കിൽ രാഹുദശ വരും. പിന്നെ മേഡിലാജി കഴിഞ്ഞ് വ്യാഴമുണ്ട്, ശനിയുണ്ട്. അപ്പോൾ ആ ദശാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളും ഇവർക്ക് അനുഭവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാവും. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്തുള്ള ജ്യോത്സ്യനെ പോയി കണ്ട് നിങ്ങളുടെ ആ ഗ്രഹനില എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സമയമാണ് മകരക്കൂറുകാർക്ക് ഈ ഒരു വർഷം ഉണ്ടാകുന്നത്. അതിൽ തിരുവോണ നക്ഷത്രക്കാർക്കും നല്ല സമയമാണ്. രോഗത്തെ മാത്രം വളരെയധികം ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ കെയർ ചെയ്ത് നടത്തണ്ടെന്നല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് ചെയ്താൽ തിരുവോണ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു വർഷം. അവിട്ട നക്ഷത്രം മകരക്കൂറിലെ പകുതിയും ബാക്കി പകുതി ഭാഗം കുംഭത്തിലുമാണ് നിൽക്കുന്നത്. അപ്പം മകരക്കൂറുകാരെ സംബന്ധിച്ച് അരഭാഗം നിൽക്കുന്ന മകരക്കൂറിൽ നിൽക്കുന്ന അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്കൊരു നല്ല സമയമാണ്. 7-ര ശനിയൊക്കെ കഴിഞ്ഞു. അവർക്ക് 3-ലേക്ക് ശനീശ്വരം വന്നു. ഇവിടെ 3-ലേക്ക് ശനീശ്വരം വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ 7-ര ശനിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇത്തിരി കൂടി നല്ലൊരു സമയത്തിലേക്ക് കടന്നു. അപ്പോൾ ഇവിടെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ 3-ലെ ശനി പറയുന്നത്. ശനീശ്വരൻ എപ്പോഴും കൃത്യമായിട്ട് ജോലി ചെയ്യണം, ന്യായത്തിലൂടെ ജീവിക്കണം. അപ്പോൾ നമുക്ക് ശനി തരുന്ന ഫലങ്ങളൊന്നും എടുത്തിട്ട് പോവില്ല എന്ന് പറയും. അപ്പോൾ ശനിയുടെ ദശാകാലം 19 വർഷമാണ്. ഈ 19 വർഷത്തിൽ ശനി നല്ലതാണ് നമുക്ക് തരിക. അപ്പോൾ ആ നല്ലത് ഒന്നും എടുത്തിട്ട് പോവില്ല, തിരിച്ചെടുത്ത് പോകണവരല്ല. അതിനുവേണ്ടി രാഹുദശക്കാലാണെങ്കിൽ അത് 18 വർഷമുണ്ട്. ആ 18 വർഷത്തിൽ ഒരു 10 വർഷം നമ്മുടെ ഇങ്ങനെ രാജയോഗം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് നമ്മളെ അങ്ങോട്ട് എല്ലാതും എടുത്തിട്ട് പോകുന്നൊരു കാലാണ് രാഹു. പക്ഷെ ഇവിടെ നമ്മുടെ ശനി നല്ലതാണ് നമുക്ക് 3-ല്. നിങ്ങളുടെ കർമ്മം എത്രയും നന്നാക്കി എടുക്കുന്നു അത്രയും നന്നാവും. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പുരോഗതി വരുമ്പോൾ നേർവഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് നമുക്ക് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ശനി നമുക്ക് അലസതയും ദോഷങ്ങളും ഉണ്ടാക്കും. എന്താ വെച്ചാൽ ഇവിടെ വ്യാഴം 6-ലാണ് പോയി നിൽക്കുന്നത്, അഷ്ടമത്തിലാണ് കേതു നിൽക്കുന്നത്. നേർവഴിയിലൂടെ അല്ലാത്ത ഒരു ധനവും ശനീശ്വരൻ പിടിച്ചു നിർത്തില്ല. അത് നമുക്ക് ഇവിടെ രോഗങ്ങളാക്കിയിട്ട് തിരിച്ചു പോകും. അതാണ് ഇവിടെ അവിട്ട നക്ഷത്രക്കാരൻ്റെ അരഭാഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ മകരക്കൂറുകാർക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ ഭാഗത്ത് നിൽക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെങ്കിലും അവരെവിടെ പോയാലും അവർക്കിത് നല്ലൊരു സമയത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷെ രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്, അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇനി കുംഭക്കൂറുകാർ, അത് അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം. കുംഭത്തിലുള്ളവർക്കാണെങ്കിൽ 2-ലാണ്. അപ്പോൾ അവർ 7-ര ശനി തീർന്നിട്ടില്ല. അവർക്ക് 2-ാം ഭാവത്തിൽ ഇനി ഒരു 2 വർഷം കൂടി നമുക്ക് അതിലുണ്ട്. അപ്പോൾ ആ ഒരു 2 വർഷക്കാലം കൂടി ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ 5 വർഷം കഴിഞ്ഞു, 2.5 വർഷം കൂടി ഉണ്ട്. അതിൽ ഒരു 6 മാസം കഴിഞ്ഞു, ഇപ്പോൾ 2 വർഷം കൂടി നമുക്ക് ഇതിലുണ്ടായിരിക്കും. ഇവരെ സംബന്ധിച്ച് 5-ൽ വ്യാഴമുണ്ട്. കുംഭക്കൂറുകാർക്ക് വ്യാഴം അനുഗ്രഹത്തിലാണ്, പക്ഷെ ശനീശ്വരൻ 2-ലാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് തിരിമറികൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വാക്കുകളെ ശ്രദ്ധിക്കുക. ശനി ജലരാശി ആയതുകൊണ്ട് വാക്ക് ഇപ്പോൾ തൊണ്ടയിലോ വേദനയോ രോഗങ്ങളോ ജലസംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളോ അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ കാലാണ്, ഈ മീനൻ രാശി എന്ന് പറഞ്ഞ കാലാണ്. നമുക്ക് കാല്, ഉപ്പുറ്റുവേദന, മുട്ടുവേദന അങ്ങനെയുള്ള രോഗങ്ങളും ഉണ്ടാവാനായിട്ട് സാധ്യതയാണ്. അപ്പോൾ കുട്ടികളാണെങ്കിൽ വണ്ടിയുമൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കാലുമ്മലാണ് കൂടുതൽ അടികൾ വരാനോ
പൊട്ടൽ ഒക്കെ വരാനൊക്കെ സാധ്യതയുള്ളത്. പിന്നെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 7ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്താണ് നമ്മുടെ കേതു വന്ന് നിൽക്കുന്നത് കുംഭക്കൂറുകാരിക്ക്. അപ്പോൾ നിവർത്തി സ്ഥാനത്ത് കേതു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അവിടെ 2ല് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക, 7ലെ കേതുവിൻ്റെ എന്തായിട്ടുള്ള രോഗങ്ങൾ വരിക. കേതു നിൽക്കുന്ന ഭാവമാണെങ്കിൽ സൂര്യക്ഷേത്രത്തിലായതുകൊണ്ട് ലോണോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വേറെ തിരിമറികളോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കാർ, ഇതിലിപ്പോൾ 7ാം ഭാവം എന്ന് പറയുമ്പോൾ ബന്ധുക്കാരെ വരെ നമുക്ക് പറയാം. അപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് വഴക്കിന് അങ്ങനെയൊക്കെ സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പോലും നമുക്കൊരു ദോഷങ്ങളെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ വ്യാഴനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇവിടെ കേതു ആയതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവാം, മുരുകന് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം കൊടുക്കുക. കേതു പിന്നെ കേതുവിനെ എപ്പോഴും നമ്മൾ പറയുന്നത് ചുവയെ പറയും, അതായത് ദേവിയെ പറയുന്നുണ്ട്. അപ്പോൾ ദേവിക്ക് ചെത്തിപ്പൂവിൻ്റെ നാര് കളഞ്ഞ് ജയദുർഗാ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കർമ്മത്തിൽ ദോഷങ്ങൾ വരുന്നുണ്ട്. ഇവിടെ കർമാധിപനായിരിക്കുന്ന ചുവയാണ്. അപ്പോൾ കർമ്മത്തിലേക്ക് ദോഷം വരാതിരിക്കാനായിട്ട് ജയദുർഗ ജയിച്ചു വരാനുള്ള മന്ത്രമാണത്. അത് ആശാന്തിക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അതുപോലെ കൃത്യമായിട്ട് ചെയ്തോളൂ. അങ്ങനെ അത് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു ഭാവം നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്വന്തം വീട്ടിൽ, അതായത് നമ്മൾ തറവാടല്ലാതെ നമ്മൾ വാങ്ങിയ വീട്ടിലായാലും കലഹങ്ങൾ ഉണ്ടാവും, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും. കുട്ടികളെ സംബന്ധിച്ചായാലും ചിലപ്പോൾ അവർ കൊടുത്ത കാര്യങ്ങൾ പെട്ടെന്നാവാതെ അവരോട് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. അവരെയൊക്കെ നമ്മുടെ കൂടെ നിർത്തി നമ്മുടെ കാലക്കേട് സമയമാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. ഇതാണ് നമുക്ക് ഈ കുംഭക്കൂറിൽ പെടുന്ന വിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ 2 കൂറിൽ പെടുന്ന നക്ഷത്രക്കാരായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് കൂറിലാണ് പെടുന്നതെന്ന് ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു മാറ്റം വരും. അപ്പോൾ അങ്ങനെ ഏഴരശനി ഉള്ളൊരു വിട്ടം കൊണ്ട് ഏഴരശനിയൊക്കെ കഴിഞ്ഞ് ഏറ്റവും യോഗം കൊടുത്ത് നിൽക്കുന്ന ശനിയുടെ ദശയും കൂടി ഇതിൽ ഈ അവിട്ട നക്ഷത്രക്കാർക്കുണ്ട്. അങ്ങനെ ശ്രദ്ധയോടുകൂടി പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് പോകാനായിട്ട് അവിട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും. ചതയ നക്ഷത്രക്കാർ കുംഭക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാരാണ്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഏഴരശനിയുടെ ഒരു കാലഘട്ടം തന്നെയാണ്. 5 വർഷം കഴിഞ്ഞു, അത് 2ാം ഭാവത്തിന് 7ാം ഭാവം അങ്ങനെ 3ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഏഴരശനിയിൽ 5 വർഷം കഴിഞ്ഞു, ഇനി 3ാം ഭാവത്തിലേക്ക് കിടക്കുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇനി 2 വർഷക്കാലം കൂടി നമുക്ക് ഈ ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ഇവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഗ്നത്തിൽ തന്നെ രാഹു വന്ന് നിൽക്കുന്നുണ്ട്. കുംഭക്കൂറിൽ തന്നെ രാഹു വന്ന് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. രാഹു സ്കിന്നിന് രോഗങ്ങളെ ഉണ്ടാക്കും. അതാണ് രാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ശനിയുടെ അതേ സ്വഭാവം തന്നെയാണ് രാഹുവിനും ഉള്ളത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഇവിടെ 5ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. നമുക്ക് സർവ്വ ഈശ്വരകാരകത്വം നമുക്കുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മോഹങ്ങളെ കൊടുക്കും ഈ രാഹു. ഇപ്പോൾ കുറേ ബിസിനസ്സുകളുണ്ടല്ലോ, ഇത്ര രൂപ ഇട്ടാൽ ഇത് കൂടുതൽ കിട്ടും എന്നൊക്കെ പറയുന്ന ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ പെട്ടെന്ന് മോഹങ്ങൾ വരുത്തുന്ന ഒരു ഗ്രഹമാണ് നമ്മുടെ രാഹു. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് അതിലേക്കൊന്നും പോയി ചാടാതെ മുന്നിലേക്ക് പോകണം. അതാണ് നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ കുംഭത്തിലെ ഉള്ള നക്ഷത്രക്കാരോട് പറയാനുള്ളത്. അപ്പോൾ ഈ ചതയ നക്ഷത്രക്കാർ അത് വളരെയധികം സൂക്ഷിക്കണം. അത് ഫുള്ളും ആ ചതയ നക്ഷത്രക്കാർ അതിൽ ഉണ്ട്. പിന്നെ 7ാം ഭാവത്തിൽ കേതുവാണ്. 7 എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഭാവമാണ്, പിന്നെ പുറത്തു നിന്ന് വരുന്ന ദോഷങ്ങളുടെ ഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേതുവിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഒലച്ചിൽ വരാനായിട്ട് സാധ്യതയാണ്. അപ്പം അത് നിങ്ങൾ അത് മനസ്സിലാക്കി എന്തുണ്ടെങ്കിലും ഭാര്യയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം അനുഭവപ്പെടുമല്ലോ ഈ 2ൽ ശനി വരുമ്പോൾ. അപ്പം നമ്മുടെ വാക്കുകളിലൂടെയാണ് നമുക്ക് ഇവിടെ സാമ്പത്തികമായിട്ട് പുരോഗതി വരുത്തേണ്ടത്. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക. പെട്ടെന്ന് ദേഷ്യം വരികയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് മിണ്ടാതിരിക്കുക, എന്നിട്ട് പിന്നേക്കാക്കുക, അവരോട് ചോദിക്കാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഷ്യത്തെ കുറയ്ക്കേണ്ട ഒരു സമയമാണ്. അതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം. പിന്നെ ഈ 7ലാകുന്നത് കൊണ്ട് ഉദര സംബന്ധമായ രോഗങ്ങളെ ഉണ്ടാക്കും. ഗണ്ഡനാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ഗണ്ഡന ദോഷങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. രോഗത്തിനേക്കാൾ ഉപരി ഭാര്യയും അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ ആയിട്ടുള്ള തർക്കങ്ങളോ വിഷയങ്ങളോ ഒക്കെ ഉണ്ടാക്കും. അത് ഈ കേതു ആവുമ്പോൾ ചൊവ്വയുടെ ക്ഷേത്രമാണ്, ചൊവ്വയുമായി ബന്ധമുണ്ട്.
അപ്പോൾ ആ ചൊവ്വ എന്ന് പറഞ്ഞെങ്കിൽ ഭൂമിയാവാം, സഹോദരങ്ങളാവാം, പിന്നെ നമ്മുടെ കർമ്മ മേഖലയും കൂടിയാണ്. അപ്പോൾ കർമ്മത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ നമ്മളെ ഗണ്ഡിക്കും. അപ്പോൾ അതൊന്നും വളരെയധികം ശ്രദ്ധിക്കുക. ജയദുർഗാ മന്ത്രം കൊണ്ട് പൂജ ചെയ്യുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണു നാരായണ പൂജ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ മാറ്റങ്ങൾ നമുക്ക് ചേടരശനിയിലെ 7.5 വർഷവും നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ നിന്ന് പിന്നെ 2 വർഷം കൂടി നമുക്ക് നല്ലതാണ് തരുന്നത് ശനി. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സാമ്പത്തികമായ പുരോഗതിയിലേക്ക് പോകുമ്പോൾ വാക്കുകൾ നമ്മൾ വളരെയധികം കെയർ ചെയ്യണം. അതുപോലെ കുട്ടികളാണെങ്കിലും മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്ത് അല്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, അതേപോലെ നമ്മൾ ഒരു തൊഴിൽ നിൽക്കുമ്പോൾ അവരുടെ മേലുദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ കെയർ ചെയ്തിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കാതെ ഒരു ദിവസമൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന പോലെ ഒരു മൗനവ്രതം പോലെയൊക്കെ എടുക്കുക. അപ്പോൾ അത് കുറച്ചൊക്കെ അങ്ങനെയാവുമ്പോൾ നമുക്കൊരു മാറ്റം വരും. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക, നന്നായിട്ട് നിങ്ങളുടെ ഉപാസന മൂർത്തി ഏതാണോ അതിനെ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. ഇവിടെ 2 ശനിയാണെങ്കിൽ ശിവനെ നന്നായിട്ട് ഓം നമ ശിവായ ജപിക്കുക. ദേവിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവിയുടെ സഹസ്രനാമങ്ങൾ ചൊല്ലുക. ഇതൊക്കെ ചെയ്യണം. ഇതാണ് കുംഭക്കവറുകാരെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. പുറത്തേക്ക് വിദേശത്തേക്കൊക്കെ പോകേണ്ടവർക്കൊക്കെ പോവാട്ടോ, അത് നല്ലൊരു സമയമാണ്. 7.5 ശനിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ദേശത്ത് നിന്ന് മാറി നിൽക്കുന്നത് ഏറ്റവും ഗുണം കിട്ടുന്നൊരു സമയമാണ്. അതിനൊക്കെ ഏറ്റവും ഉചിതമായ ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഇത് സാമ്പത്തിക വിഷയം നന്നായിട്ട് നോക്കുക, കർമ്മത്തെ വളരെയധികം ശ്രദ്ധിക്കുക. കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ദേവിയെ നന്നായിട്ട് ഉപാസിക്കുക. ഗുരുകാരണന്മാരുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് ഉപാസിക്കുക. എന്ന് വെച്ചാൽ 7ാം ഭാവം നമ്മുടെ സൂര്യൻ്റെ രാശിയാണ്. അപ്പോൾ അങ്ങനെ ക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ അതിനെ സൂര്യനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സൂര്യൻ ആരാണ്? മുത്തപ്പനാണ്. അപ്പം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ മുത്തപ്പൻ ഉണ്ടാവാം, മറ്റേ ഇഷ്ടപ്പെടുന്ന പ്രത്യക്ഷ ദേവതകളായിട്ടുള്ള കരിങ്കുട്ടി, വീരഭദ്രൻ അവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ അവരെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ചതയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പൂരോരുട്ടാതി നക്ഷത്രം. പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗവും നമുക്ക് കുംഭത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പൂരോരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് 2 7.5 ശനിയുടെ 2ാം ഭാവം 3ാം ഘട്ടമാണ്. 3ാം ഘട്ടം, 2 ഘട്ടം കഴിഞ്ഞു 3ാം ഘട്ടം. 5 വ്യാഴം വന്നു, അതൊരു നല്ലതാണ്. 5 വ്യാഴം വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിയും കുറച്ചും 7.5 കൊല്ലം നമുക്ക് 7.5 ശനി ആയിരുന്നല്ലോ. അപ്പോൾ ഈ 5 വർഷം 12ൽ നിൽക്കുമ്പോൾ ഏറ്റവും ദോഷം, പിന്നെ അത് 2ലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇത്തിരി കൂടി, പിന്നെ 3ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത്തിരി കൂടി ദോഷങ്ങൾ കഴിഞ്ഞു നമ്മളുടെ. അപ്പോൾ അങ്ങനെ വരുന്നൊരു സമയമാണ്. അപ്പോൾ ഈ പൂരോരുട്ടാതിയുടെ 1/4 ഭാഗം കുംഭത്തിലും 1/4 ഭാഗം മീനത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് 1/4 ഭാഗമുള്ളവരാണ് കൂടുതലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർ കുട്ടികളുടെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവർക്ക് ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ അവർ തന്നെ സ്വയം വന്ന് പറയും. ഇപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെയാണ്. അവിടെ ഒരു ഏജൻസി ഉണ്ട്, ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ പേരൻസ് അത് വളരെയധികം ശ്രദ്ധയോടുകൂടി കേട്ട് അവരെയും കൂട്ടി അത് ശ്രദ്ധിച്ച് ചെയ്യണം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ അവിടെ പോയാലും ഇവർക്ക് വിദേശത്തേക്ക് പോകാൻ നല്ലൊരു സമയമാണ്. അവിടെ പോയാലും പെട്ടെന്നൊരു നല്ല ഒരു പൊസിഷനൊന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പലതും പ്രതീക്ഷിച്ചു കൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് പോവുക. അവിടെ അത്രയും നല്ലതല്ലാതെ വരുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വരാനായിട്ട് അവർ ശ്രമിക്കരുത്. അപ്പോൾ അവർക്ക് അതിനുള്ള പരിഹാരങ്ങളും കർമ്മങ്ങളൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുക. അവരവിടെ പിടിച്ചു നിൽക്കണം. എന്ന് വെച്ചൊന്ന് മാറി നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് ആ മാറ്റത്തിനുള്ള വഴികളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇവിടെ വ്യാഴത്തിന് നന്നായിട്ട് പ്രീതിപ്പെടുത്താം, ഗണപതിക്ക് മുട്ടിറക്കി പ്രാർത്ഥിക്കാം, ഹനുമാൻ ചാലിസ അവർ ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കണം, അത് പഠിപ്പിച്ച് അവരത് ചെയ്യാൻ പഠിപ്പിക്കുക. പിന്നെ അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് മുൻവിളക്ക് ധാര ഇതൊക്കെ കൊടുക്കുക. ഇതിൻ്റെ കുംഭത്തിലുള്ള കൂറുകാരായിട്ടുള്ള മീനക്കൂറുകാരെ സംബന്ധിച്ച് പൂരോരുട്ടാതിയിലുള്ള 1/4 ഭാഗം, ആ 1/4 ഭാഗക്കാര് ഈ മീനൻ രാശിയിൽ തന്നെയാണ് ശനീശ്വരൻ വന്ന് നിൽക്കുന്നത്. 4ലാണ് വ്യാഴം. അപ്പോൾ 4 വ്യാഴം നല്ലതാണ്. ശനി നമ്മുടെ കൂടെയാണ്, കാലിൻ്റെ ഭാവമാണ്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7.5 ശനിയുടെ 2ാം ഘട്ടമാണ്. കാലാവുമ്പോൾ എപ്പോഴും കാലുവേദന, മുട്ടുവേദന അങ്ങനെയൊക്കെ കുറേ ഉണ്ടാവും. അപ്പം അതൊക്കെ ശനിയിൽ ഉണ്ടാവും എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാവണം. ആയുർവേദമായിട്ടുള്ള വല്ല ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ട് എന്നും മരുന്ന് കഴിക്കുക. അപ്പോൾ നമുക്ക് രോഗം ഉണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കണം. അപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പ്രകാരം നമ്മൾ മരുന്ന് കുറച്ച് കഴിക്കുക. പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ 12ലാണ് രാഹു വന്ന് നിൽക്കുന്നത്.
12 രാഹു എന്ന് പറഞ്ഞാൽ നമ്മളെ വട്ടം തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ പോയാലും അവിടെ ബ്ലോക്ക് വരിക, പിന്നെയും ചെയ്യുമ്പോൾ അവിടെ ബ്ലോക്ക് വരിക, അങ്ങനെ. അപ്പൊ വ്യാഴം മാത്രമാണ് ഇവിടെ ഒരു നല്ലത്. 4-ലെ വ്യാഴം അത്ര ഏറ്റവും വലിയ ശോഭന ഫലങ്ങളൊന്നും നമുക്ക് തരുന്നില്ല. എന്നാലും അനുഗ്രഹ സ്ഥാനത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അങ്ങനെ പറയാനേ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് പൂരോരുട്ടാതി നക്ഷത്രത്തിന്റെ കാൽഭാഗക്കാരും മുക്കാലിലുള്ളവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് പോകാൻ സാധിക്കും. എന്താ വെച്ചാൽ നമ്മുടെ കൂടെ തന്നെയാണ് ശനീശ്വരൻ വന്ന് നിൽക്കുന്നത്. ഏത് ഈ കാൽഭാഗക്കാർക്ക് പൂരോരുട്ടാതിയുടെ, മറ്റവർക്കാണെങ്കിൽ ശനി 2-ലാണ്, അങ്ങനെ മനസ്സിലാക്കുക. അപ്പം അതനുസരിച്ച് ശിവന്റെ അമ്പലത്തിൽ പോവുക, രുദ്രാഭിഷേകം ചെയ്യുക, അതേപോലെ തന്നെ മൃത്യുഞ്ജയം ചെയ്യാം. മൃത്യുഞ്ജയം ചെയ്യുന്നത് നല്ലതാണ്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ ഒരു ഹോമം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഗണപതി ഹോമം ചെയ്യുക മാസത്തിലൊരിക്കൽ. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഏഴരശനിയുടെ ചെറിയൊരു ഘട്ടങ്ങളൊക്കെ മാറി നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതായത് ഈ ഒരു വർഷം ഏറ്റവും നല്ല കാര്യങ്ങളോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കുംഭത്തിലുള്ളത് മുക്കാലും മീനത്തിലുള്ള കാലും, അങ്ങനെയാണ് ഈ പൂരോരുട്ടാതി നക്ഷത്രത്തിന്റെ 2 കൂറിൽപ്പെടുന്ന നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം വന്ന് നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. ഏഴരശനിയുടെ 2-ാം ഘട്ടത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ശനീശ്വരൻ ലഗ്നത്തിന് കൂടെ, അപ്പൊ ജന്മശനി എന്ന് പറയും നമ്മൾ. അപ്പൊ ആ ജന്മശനിയുടെ ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനമാണല്ലോ, ശരീരത്തിൽ നീർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാം. പിന്നെ അതുമല്ല ഏഴരശനിയാണ്, 12-ലെ ശനീശ്വരൻ നമുക്ക് കുറേ അധികം ബാധ്യതകളെ വരുത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നുണ്ടാവാം. അപ്പം നമ്മുടെ കർമ്മത്തെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇവർ. കർമ്മമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 10-ാം വ്യാഴാണ്, ആ വ്യാഴം കർമ്മത്തിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും എപ്പോൾ നോക്കിയാലും എഴുതിയും ചിട്ടപ്പെടുത്തിയും വേണം നമ്മൾ മുന്നിലേക്ക് പോകാനായിട്ട്. ഓരോ രൂപയും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അതാണ് ആ ഒരു ഘട്ടത്തിന്റെ പ്രത്യേകത. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കഴിഞ്ഞു 6-ലെ കേതു നല്ലതാണ്. കേതുവിന്റെ ഭാവം നമുക്ക് എത്ര ശത്രുക്കളുണ്ടെങ്കിൽ അതിനെ ഹനിക്കാനൊക്കെ പറ്റും. അതായത് ബാങ്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റും നമുക്ക്. ബാങ്കിന്റെ ഏഴരശനിയുടെ 12-ൽ നിൽക്കുമ്പോൾ നമുക്ക് കുറേ ദോഷങ്ങൾ വന്നത് അത് ഈ ഒരു സമയത്ത് ബാങ്കിനോടോ അല്ലെങ്കിൽ ചിട്ടിയോ അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ബന്ധുക്കാരിൽ നിന്ന് തന്നിട്ടുള്ളതോ ഒക്കെ ആണെങ്കിലും അവരെ പറഞ്ഞു നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ ഇവിടെ 12-ലാണ് രാഹു. 12 രാഹു വരുമ്പോൾ വ്യയാണ്. നമുക്ക് എപ്പോഴും പൈസ നമ്മുടെ കയ്യിൽ വരും, അതിനനുസരിച്ച് നമുക്ക് അതിനേക്കാൾ കൂടുതൽ ചെലവിലേക്ക് നമുക്ക് പോകുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും നമ്മുടെ ചിന്ത ഇല്ലാതെ നമ്മുടെ പൈസ നമുക്ക് മുന്നിലേക്ക് പോവുകയാണെന്ന് വെച്ചിട്ട് പുറത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അവിടെ വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്താം. കർമ്മം കൂട്ടാൻ ശ്രമിക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ കർമ്മത്തിലൂടെയാണ് ധനം വരുന്നത്. അത് നന്നായിട്ട് ശ്രമിക്കുക. കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതിനെ കൂട്ടി കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് ജയദുർഗാ മന്ത്രം കൊണ്ട് പൂജ ചെയ്യാം. അതാണ് കർമ്മത്തെ കൂട്ടാനുള്ള ഏറ്റവും വലിയ ഇത്. പിന്നെ അതേപോലെ തന്നെ ദേവീ മാഹാത്മ്യം നമുക്ക് 11-ാമത്തെ അധ്യായം നെയ്വിളക്ക് വെച്ചിട്ട് ചിട്ടയോടുകൂടി പ്രാർത്ഥിക്കും. ചിട്ട വേണം. ഇപ്പം എന്നും ജപിക്കുന്നുണ്ട് ഞാൻ കാലത്താണെന്ന് വെച്ചാൽ കാലത്ത് മാത്രമായിട്ട് അതിൻ്റെ ഒരു സമയം എടുത്ത് ചെയ്യുക. അതല്ല വൈകിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് വൈകിട്ട് തന്നെ ചെയ്യുക. അഥവാ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെ അതിന് മുടക്കില്ലാതെ അതിന് സമസ്ത അപരാധങ്ങളും പറഞ്ഞ് നമുക്ക് ആ ടൈമിങ്ങിനനുസരിച്ച് നമുക്കത് ചെയ്യണം. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുരിതങ്ങളില്ല. ദേവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് ആ സഹസ്രനാമമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഓരോ വാക്കിൻ്റെയും അർത്ഥം അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ പകർത്തിയിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഫലമാണ് കിട്ടുന്നത്. അപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ മീനൻ രാശിയാഴത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞോണം ഉത്രട്ടാതി നക്ഷത്രത്തിൽ പെടുന്ന കുട്ടികൾ വിവാഹം കഴിഞ്ഞു പോയാലും അവിടെയും ചിലപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിദേശത്തേക്ക് പോവുകയാണെങ്കിലും അവിടെയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖമല്ല അവർക്ക്. അവിടെ 12-ൽ രാഹു നിൽക്കുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത്ര നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നല്ല അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒത്തിരി പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ പെൺകുട്ടികളെ പുറത്തേക്ക് വിട്ട് കല്യാണം കഴിഞ്ഞ് വിട്ടെങ്കിൽ കുറച്ച് നാൾ പ്രതിസന്ധി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ നാമം ജപിക്കാനൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയും വേണം.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ കിട്ടാനായിട്ട് സാധിക്കും. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മീനൻ രാശിക്കൂറാണ്. അവരെയും ഈ ഏഴര ശനിയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ഉയർന്ന ജോലി, സാധാരണ ഒരു ജോലിക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് നമ്മുടെ ബോസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എപ്പോഴും ചീത്ത പറയും, നമ്മൾ എന്ത് ചെയ്താലും അതിന് കുറ്റം കണ്ടുപിടിക്കും, അങ്ങനെയൊക്കെ അവർ ചെയ്യും. പക്ഷേ ഏഴര ശനിയാണെന്ന് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് അവിടെ ജീവിക്കണം. പിന്നെ അതുമല്ല, ഇവിടെ ഇവിടെ 6ലാണ് നമ്മുടെ വ്യാഴം അല്ല കേതു നിൽക്കുന്നത്. 6ൽ കേതു നിൽക്കുന്നത് നല്ലതാണ്. എത്രയൊക്കെ ശത്രുക്കളുണ്ടെങ്കിലും അതിനൊക്കെ ഹനിക്കാൻ പറ്റും. പക്ഷെ വിദേശത്ത് താമസിക്കുന്നവർ നമ്മൾ ഒരു സുഖമുള്ള അന്തരീക്ഷമായിരിക്കില്ല. എന്നാലും പിടിച്ചു നിൽക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. 4ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. അപ്പോൾ കുടുംബക്കാരൊക്കെ ആയിട്ട് ഇത്തിരി ഭിന്നിച്ച് നിന്നാലും ഇപ്പം നല്ല ശോഭനമായിട്ടുള്ള ഫലങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ രേവതി നക്ഷത്രക്കാർക്ക് നല്ലതാണ്. രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. രോഗങ്ങളെ സംബന്ധിച്ച് ടെൻഷൻ, ശിരസ് സംബന്ധമായ രോഗം ഉണ്ടാവാം, കാലിലുണ്ടാവാം. ഈ മീനത്തിലാണ് നമ്മുടെ ജലമയമാണല്ലോ മീനൻ രാശി. അപ്പം നീര് സംബന്ധമായ രോഗം ഉണ്ടാവും. അതൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമുക്ക് മരുന്നുകൾ കഴിക്കാൻ കൃത്യമായിട്ട് കഴിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 വർഷക്കാലം ഇവിടെ ഉണ്ടല്ലോ. മാർച്ച് തുടങ്ങി 2.5 വർഷമുണ്ട്. അപ്പം അതിൽ രോഗങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം. 6ൽ കേതു നിൽക്കുമ്പോൾ മൂത്ര സംബന്ധമായ രോഗങ്ങളെ ഉണ്ടാക്കും. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ രേവതി നക്ഷത്രക്കാർ. പക്ഷെ അവരുടെ കർമ്മത്തിലൊന്നും അവർക്ക് കുഴപ്പമില്ല. കർമ്മം അവിടെ വ്യാഴം 4ലായതുകൊണ്ടും കർമാധിപതി വ്യാഴനായതുകൊണ്ടും കർമ്മത്തിലല്ല. സാമ്പത്തികമായിട്ട് പുരോഗതിയൊക്കെ ഉണ്ട്. പക്ഷെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നവർ, അവരുടെ മുകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് കുറച്ച് ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ ബിസിനസ്സുകാരാണെങ്കിലും അവർക്ക് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കൈവിട്ട് പോവും നമ്മുടെ കയ്യിൽ നിന്ന്. നമ്മളിപ്പോൾ ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് എടുത്ത് ചാടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതൊന്നും ആലോചിക്കാൻ നമ്മളൊരു സമയം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ലൊരു ഫലം മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതാണ് രേവതി നക്ഷത്രക്കാർക്കും ഈ ഒരു വർഷത്തെ ഫലം.